നമുക്ക് ചെയ്യാൻ പറ്റും. ഓ സൗണ്ടും പൊളി സാധനം ഫുള്ള് പിൻ ടു പിന്നാണ് തോന്നുന്നുണ്ട് അല്ലേ? ഇനിയും പേരുണ്ട് അടുത്ത്. दे देंगे 35,000 रुपये सेल पर डाली हुई है, 2027 तक पेपर वैलिड है। बाइक के लिए ऑफर डाला है, 28,000 में बाइक आपको गाड़ी दे देंगे. വണ്ടികൾ ഇഷ്ടപ്പെടുന്ന ആളുകൾ ഏറ്റവും കൂടുതലുള്ള ജില്ല ഏതാണ്? നമുക്ക് കമന്റ് ഇട്ടോട്ടെ. ഹലോ ഗൈസ്, ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് 2 സ്ട്രോക്ക് വണ്ടികളുടെ കളക്ഷനുമായിട്ടാണ്. നിങ്ങൾ ഒരുപാട് ആളുകൾ നമ്മളോട് ചോദിച്ചാണ് എന്തുകൊണ്ട് 2 സ്ട്രോക്ക് വണ്ടികൾ ചെയ്യുന്നില്ല. RX100 ഉണ്ട്, അതുപോലെ തന്നെ 2 സ്ട്രോക്കിന് പല രീതിയിലുള്ള വണ്ടികളില്ലേ? ढेर सारी गाड़ियों के साथ आज हम यहाँ लेके आए हैं. Yamaha RX100, 135, RXZ, Shogun, Shaolin, Samurai, RXZ, सभी टाइप की गाड़ियों के साथ, रेयर गाड़ियों के साथ आज हम आए हैं. आप पूरा वीडियो देखें. वीडियो में पूरी गाड़ियों की डिटेल, स्टार्टिंग प्राइस एकदम 35,000 से हमारे पास सामुराई वो गाड़ी चालू है. वैसे यामा हमारे पास 70,000 से चालू है. അതായത് 68,000 മുതലാ? 68,000 രൂപ മുതലുള്ള വണ്ടി കളക്ഷൻ ഇന്നുണ്ട്. അതായത് 135 മുതൽ ഇന്നുണ്ട്. അപ്പൊ ഇന്നത്തെ ഡീറ്റെയിൽസ് വീഡിയോ തുടങ്ങാൻ പോവാണ്. അപ്പൊ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കണ്ടോളൂ. पूरा वीडियो आप बैठ के देखें. गाड़ियों में पूरी डिटेल हम बताएंगे आपको, प्राइस से लेके पेपर सभी डिटेल. आज का पूरा वीडियो आप चेक करें. ഓക്കെ, നമ്മൾ ഇന്ന് ഹിന്ദിയിലും അതുപോലെ തന്നെ മലയാളവും മിക്സ് ആയിട്ടാണ് വീഡിയോ ചെയ്യുന്നത്. കാരണം ഒരുപാട് ഹിന്ദി പ്രേക്ഷകർ നമ്മൾ കഴിഞ്ഞ വീഡിയോ കണ്ടിട്ട് ഡെലിവറി ചെയ്തിട്ടുണ്ട്. നമ്മൾ മഹാരാഷ്ട്ര, കർണാടക, തമിഴ്നാട്, അതല്ലാതെ ഹൈദരാബാദിൽ നിന്ന് നമുക്ക് ഇഷ്ടം പോലെ കസ്റ്റമർ വരുന്നുണ്ട്. അറ്റൻഡ് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയാണ്. ഓരോ ഫോണ് റിപ്ലൈ അപ്പം ഏകദേശം നമുക്ക് ഓൾ ഇന്ത്യ നമുക്ക് വണ്ടി പോകുന്നുണ്ട്. ഡെലിവറി അവൈലബിൾ ആണ്. അപ്പോൾ രാജസ്ഥാൻ പോയപ്പോൾ രാജസ്ഥാനിൽ വരെ നമുക്ക് നമ്മളെ റെയർ പിസ്റ്ററിനെ ഫോളോ ചെയ്യുന്ന എന്താ ഫോളോവേഴ്സ് ഉണ്ട്. ഗുജറാത്ത് ഞാൻ അഹമ്മദാബാദിലെ ഫ്ലൈറ്റ് ഇറങ്ങി, അവിടെ ഒരാൾ വന്ന് പിന്നെ ഞാൻ റെയർ പിസ്റ്ററിന് വന്ന് അപ്പോൾ എന്നെ ചോദിച്ചു കഴിഞ്ഞിട്ട് പിന്നെ നിങ്ങളെ പാർട്ട്ണർ എവിടെ? ഇത് നമ്മളെ പാർട്ട്ണറാന്ന പോലെ ധാരണ. നമ്മളെ പാർട്ട്ണർ എവിടെ? അവൻ തീയാണ് ആകെ എന്ന് പറഞ്ഞു. അതായത് തീയാണെന്നാണ് പറഞ്ഞത്. ഓക്കെ, നമുക്ക് ഇന്ന് തീയായിട്ട് പവറായിട്ട് ഇന്ന് പൊളിക്കാം ഓരോ വണ്ടികളും. അതായത് നമുക്ക് എത്ര മുതലാണ് വണ്ടികൾ? നമുക്ക് ജസ്റ്റ് പറഞ്ഞാലോ. ഏകദേശം നമുക്ക് 5 കൊല്ലം പേപ്പർ വാലിഡുള്ള വണ്ടിയാണ്. ഗുജറാത്ത് വണ്ടി വിത്ത് NOC നമുക്ക് 68,000 രൂപയാണ്. ഈ വണ്ടി 68,000 എന്ന് പറയുമ്പോൾ നമുക്ക് 4,000 രൂപ ഏകദേശം NOCക്ക് വരും. ട്രാൻസ്പോർട്ടേഷൻ 6,000 രൂപ റേഞ്ച് വരും. 58,000 രൂപ വണ്ടിയാണ്. 10,000 രൂപ ഞാൻ ട്രാൻസ്പോർട്ടേഷൻ NOC അടക്കാണ് നമുക്ക് ഈ 68,000 രൂപ വരുന്നത്. അല്ലാതെ ബാക്കിയുള്ള ആൾക്കാർ ട്രാൻസ്പോർട്ടേഷൻ NOC തന്നെ സെപ്പറേറ്റ് പൈസ വാങ്ങും. അപ്പൊ എല്ലാവരും വിചാരിക്കും 58,000 രൂപ ലാഭമായല്ലോ. നമ്മൾ ഈ പൈസ അടക്കാണ്. അലവിലുണ്ട്, വണ്ടി സെറ്റ് ആണ്, സ്റ്റാർട്ടിങ് കാര്യങ്ങളെല്ലാം ഓക്കെ. ഇതിൽ കാർപ്പറ്റർ ഒക്കെ ഏതാണ് വരുന്നത്? അത് നോക്കണ്ടി. പെട്രോൾ ഉണ്ടോ ഫസ്റ്റ് നോക്കണം. ഇത് ഇന്നലെ വന്ന വണ്ടിയാണ്. കുറച്ച് ദിവസം ഇവിടെ അല്ലേ, രാജസ്ഥാനിൽ പോയതേ. ഞാൻ ഇവിടെ ഇല്ലേ, ഇന്നലെ വന്ന വണ്ടി. അതിൽ പെട്രോൾ ഇല്ല കേട്ടോ, നല്ല ഒഴിച്ചിട്ടില്ല. വന്നിട്ട് വണ്ടി നമ്മൾ അൺബോക്സ് വീഡിയോ ചെയ്യുന്നതുകൊണ്ട് അൺബോക്സ് ചെയ്തിട്ട് പൊളിച്ചിട്ട് കിടക്കണതിന്റെ വേസ്റ്റേജ് വണ്ടി പുറത്തുനിന്ന് വന്നതിന്റെ കവറിങ് കാര്യങ്ങളൊക്കെയാണ് ഇവിടെ. അതായത് ഓരോ വണ്ടി നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ട് കാണിച്ചു തരാം. ഓരോ വണ്ടിയുടെ സൗണ്ട് കാര്യങ്ങൾ നമ്മൾ കാണിച്ചു കൊടുക്കാം. एक एक गाड़ी जो भी होगी, हम कुछ गाड़ियों की गाड़ी स्टार्टिंग वीडियो में स्टार्ट करके साउंड उसका बीट आपको सुनाएंगे. दिल में जो होता है ना, अंदर से आवाज के यामा का फील जो होता है, वो साउंड जो आता है, साउंड सुनाएंगे. ओके, हम स्टार्ट अगली गाड़ी है. ओके, നമുക്കൊരു മഞ്ഞ കിളിക്കുഞ്ഞൊരു വണ്ടി ഉണ്ട്. മഞ്ഞ കിളിക്കുഞ്ഞ് ബജറ്റിലെ വണ്ടി. ബഡ്ജറ്റിലാണോ? സെറ്റാണോ? സെറ്റാണ്. കാണാൻ അത്യാവശ്യം വൃത്തിയുണ്ട്. 5 കൊല്ലം പേപ്പർ ഉണ്ട്. ഓക്കെ, നമുക്ക് സ്റ്റാർട്ട് ചെയ്താം. അതാ പോണേ ആണോ? ഹായ്. അങ്ങനെ നമ്മളെ ഇഷ്ടപ്പെടുന്നതും അതുപോലെ തന്നെ വണ്ടി ഭ്രാന്തമാർ, 2 സ്ട്രോക്ക് വണ്ടി ഭ്രാന്തമാരായിട്ടുള്ള ആളുകൾ നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ നമുക്കൊരു കുളിരാണ് അല്ലേ മുജിക്ക? സ്റ്റാർട്ടാവല്ലേ? സ്റ്റാർട്ടാവണം. പെട്രോൾ ഇതെന്താ അറിയോ, നമ്മളിപ്പോ ഒരു 10-20 ദിവസം ഇവിടെ ഇല്ലേ, അപ്പൊ അതിന്റെ ഒരു ചെറിയ ക്ഷീണം എന്തായാലും ഉണ്ടാവും. പെട്രോൾ ഉണ്ടോ ഇല്ലയെന്ന് നോക്കണം. മറ്റേ ഞാൻ പിന്നെ അതിന് മാത്രം വെയിലാണ് ഇവിടെ. നമ്മൾ വീഡിയോ എടുക്കുന്ന സമയത്ത് നല്ല വെയിലാണ്. പെട്രോൾ കമ്മിയാണല്ലേ? ഇത് നമുക്ക് സ്റ്റാർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതിൽ പെട്രോൾ ഉണ്ട്, എനിക്കറിയാം. ഇതിൽ പെട്രോൾ ഞാൻ സ്റ്റാർട്ട് ചെയ്തോ. അത് നമ്മൾ പെട്രോൾ ഒഴിച്ചാണ്. അപ്പൊ എന്തായാലും നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. യെസ്, ഈ 2 വണ്ടിന്റെ കാര്യത്തിൽ ഞാൻ പറയാണ്. ഇത് നമുക്ക് ഏകദേശം 79,000 രൂപ, വെറും 79,000 രൂപ 5 കൊല്ലം പേപ്പർ, മഡ്ഗാർഡ് കാര്യങ്ങളൊക്കെ മാറ്റി, കളറ് യെല്ലോ കളറ് കാര്യങ്ങളൊക്കെ ചെയ്ത വണ്ടിയാണ്. 79,000 രൂപ കേട്ടോ. 135 ആണ്. ലോങ് ഗിയർ പുതിയതുണ്ട്, 2 മഡ്ഗാർഡ്, അങ്ങനത്തെ കുറെ ഫിറ്റിംഗ്സ് മാറി അത്യാവശ്യം നല്ല വൃത്തിയുള്ള വണ്ടി. നിങ്ങൾക്ക് 79,000 രൂപയ്ക്ക് 135 കേട്ടോ. ഇപ്പൊ ഒരു കിക്കിന് സ്റ്റാർട്ട് ആക്കിയ വണ്ടിയാണ്. 5 കൊല്ലം പേപ്പർ ഉണ്ട്. ഇത് 75,000 രൂപയ്ക്ക് നമുക്ക് 75,000 രൂപയ്ക്ക് ബ്ലാക്ക് കളർ RX 135. ഈ 3 വണ്ടി കേട്ടോ. ഇത് ബജറ്റിലെ വണ്ടിയാണ്. നമുക്ക് നമുക്ക് സ്പെഷ്യൽ ഓഫർ ഇല്ലേ? ഞാൻ നിങ്ങളോട് ആദ്യം ചോദിച്ചതാണ്. എല്ലാ വണ്ടി 100-ലൊക്കെ നമുക്ക് എന്തെങ്കിലും കുറച്ച് കൊടുക്കാം. ഇതൊക്കെ നിങ്ങൾക്ക് ബജറ്റിൽ തന്നെ 5 കൊല്ലം വാങ്ങിയിട്ട് ചില ആൾക്കാർക്ക് ചെറുതായിട്ടൊന്ന് പെയിന്റ് ചെയ്യണം, അങ്ങനെയൊക്കെ ചെയ്യണം എന്നൊക്കെ വിചാരിക്കുന്ന ആൾക്കാർ. അപ്പോൾ ഈ വണ്ടിക്ക് നിങ്ങൾ 75-നൊക്കെ വാങ്ങിയിട്ട് നിങ്ങൾക്ക് ഇഞ്ചിനിലൊന്നും ഒരു പണിയില്ല, അത്രയും പക്ക വണ്ടികളാണ്. 2 സ്ട്രോക്ക് വണ്ടികളെ ഇഷ്ടപ്പെടുന്ന ആളുകൾ ഇത്രയും കളക്ഷൻ ബാക്കിൽ ഇങ്ങനെ കാണുമ്പോഴേ അത് അവർക്ക് എന്ത് എങ്ങനെയാണ് വണ്ടി കിട്ടുക? നമുക്ക് ഹൈദരാബാദിൽ നിന്ന് ഒരു കസ്റ്റമർ വന്നിന് ഒരു 5,000 രൂപ സ്പെയർ വാങ്ങാൻ വന്നതാണ്. വെറും 5,000 രൂപ സ്പെയറിന് വേണ്ടി കാർ എടുത്തിട്ട് അവിടെ നിന്ന് ഓടിച്ചിട്ട്
പോകാൻ പറയുന്ന കാര്യം ഞാൻ ഇത്ര ദൂരത്ത് വരേണ്ട ആവശ്യമുണ്ട്, നമ്മൾ കൊറിയർ ചെയ്തിട്ടില്ല. അപ്പോൾ ഞാൻ എനിക്ക് ഇവിടെ വന്നിട്ട് നിങ്ങൾ ഈ ഷോറൂമിൻ്റെ ഉള്ളിൽ നടക്കണം എന്നുള്ളൊരു ആഗ്രഹമുണ്ട്. എനിക്ക് ഇത്രയും ഈ വണ്ടി കാണുമ്പോൾ തന്നെ ഭയങ്കര സന്തോഷം. അപ്പോൾ ഓല അത് അതിന് വേണ്ടി അവിടുന്ന് ഓൻ്റെ കാർ എടുത്തിട്ട് ഒറ്റക്കാണ് അവൻ വന്നത്. ഇതിന്റെ ഞാൻ ഇതിൽ 2 സ്റ്റോക്ക് വണ്ടിന്റെ വർക്ക്ഷോപ്പിലൊക്കെ പോകുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നതാണ് പൈസക്കാരായിട്ടുള്ള ആളുകൾ ആ 2 സ്റ്റോക്ക് വണ്ടി നന്നാക്കുന്നത് നോക്കി അവരെ കുട്ടികളെ അല്ലെ അവരെ കുട്ടികളെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിട്ട് അവർ ട്രീറ്റ് ചെയ്യുന്നത് എങ്ങനെയാണോ അതുപോലെ ഈ 2 സ്റ്റോക്ക് വണ്ടികളുടെ എഞ്ചിൻ പണി പിസ്റ്റൺ പണിയൊക്കെ നോക്കി അങ്ങനെ നമ്മൾ ഇവിടുന്ന് ട്രിപ്പ് പോലെ ചെയ്യുക. അയാൾ ഇങ്ങോട്ട് RX എർട്ടിക എടുത്തിട്ട് RX ഷോറൂം ട്രിപ്പ് അയാൾ പറഞ്ഞ 2 ദിവസത്തെ ലീവ് ഉണ്ട്. അപ്പോൾ ഞാൻ അവിടുന്ന് തലേന്ന് രാത്രി പോകുന്ന എൻ്റെ യാത്ര ഇങ്ങോട്ടാണ്. ഇതൊക്കെ കേരളം കാണാം, ഈ ഷോറൂം കാണണം, അതിന് വേണ്ടി മാത്രമായിട്ടാണ് ഞാൻ വന്നത്. പിന്നെ അതുമല്ല ഇതിപ്പോ MLA-മാരാണെങ്കിലും പോലീസുകാർക്കാണെങ്കിലും ഒക്കെ ഇഷ്ടമുള്ള പറഞ്ഞത്. അതായത് ചെറുപ്പം മുതൽ വണ്ടി എടുത്ത് ഇത്രയും കാലം കൊണ്ടെടുക്കുന്ന RD 350 RXZ അല്ലെങ്കിൽ RX100 ഫാമിലി കാണാം നമുക്ക്. പറയുന്നത് സത്യമാണോ എന്നുള്ളത് നിങ്ങൾക്ക് തന്നെ അറിയാം. അതായത് ഈ വണ്ടി ഉപയോഗിക്കുന്ന ആളുകൾക്ക് നിങ്ങൾക്ക് അറിയാം. കാരണം ഈ വണ്ടി മാത്രമല്ല, ഇപ്പൊ നമ്മളെ നാട്ടിലിപ്പോ എല്ലാവരും ഫസ്റ്റ് വീട്ടിൽ വന്ന വണ്ടി ഏതാണ്? RX ആണെങ്കിൽ RX തിരഞ്ഞെടുക്കുന്ന ആൾക്കാരുണ്ട്, ചേതക്കാണെങ്കിൽ ചേതക്ക്, പേഷൻ പ്ലസ് റീൽ കാണാനിടയായി. അതായത് ഒരു ഉമ്മ അവരുടെ കല്യാണത്തിന് മുന്നേ ഒരു വണ്ടി അവരുടെ വീട്ടിലുണ്ടായിരുന്നു. ആ വണ്ടി അവർക്ക് എന്തോ ബുദ്ധിമുട്ട് കാരണം ആ വണ്ടി കൊടുത്തു. എന്നിട്ട് ആ വണ്ടി നല്ലൊരു എമൗണ്ട് വാങ്ങിയിട്ട് അത് തിരിച്ചെടുക്കുന്ന ഒരു വീഡിയോ അത് കാണുമ്പോൾ തന്നെ 2 സ്റ്റോക്ക് വണ്ടികൾ ഇഷ്ടപ്പെടുന്ന അല്ലെങ്കിൽ വണ്ടി ഭ്രാന്തന്മാരായിട്ടുള്ള ആളുകൾക്ക് ഒരു രോമാഞ്ചമാണ്. അപ്പോൾ നിങ്ങളിൽപ്പെട്ട ആരെങ്കിലുമൊക്കെ ഉണ്ടാവും ഇതേപോലെ. അങ്ങനെയുള്ളവർ തീർച്ചയായിട്ടും കമന്റ് ഇടി. നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട വണ്ടി ഏതാണെന്ന് വെച്ചാൽ കമന്റ് ഇടി. അതുപോലെ തന്നെ വണ്ടി ഇഷ്ടപ്പെടുന്ന അല്ലെങ്കിൽ 2 സ്റ്റോക്ക് വണ്ടികൾ ഇഷ്ടപ്പെടുന്ന അല്ലെങ്കിൽ ഇമ്പൾസ് ഇഷ്ടപ്പെടുന്ന RXZ ഇഷ്ടപ്പെടുന്ന അവർക്കൊക്കെ അത് മാക്സിമം ഷെയർ തുടങ്ങി ഈ വീഡിയോ. അങ്ങനത്തെ ഒരു വീഡിയോ ആണിത് അല്ലേ? അങ്ങനത്തെ ഒരു വീഡിയോ. ഈ വീഡിയോ നമ്മൾ വണ്ടി വിൽക്കാൻ മാത്രമല്ല വണ്ടിന്റെ കാര്യങ്ങൾ സംസാരിക്കുകയും ചെയ്യും. കുറച്ചൊക്കെ സമാധാനമായിട്ട് കൂളായിട്ടും ക്ഷമിച്ച് നിന്നിട്ട് നിങ്ങൾക്ക് വണ്ടിന്റെ കാര്യങ്ങൾ കാണാന്നുള്ളതാണ്. സ്കിപ്പ് അടിക്കാതെ. ഓക്കെ, നമുക്ക് നെക്സ്റ്റ് വരുന്നത് ഏകദേശം 95 രൂപ പ്ലസ് റേഞ്ചിൽ വരുന്നതാണ്. KL07 റീച്ച് ചെയ്ത വണ്ടിയാണ്. അത്യാവശ്യം വൃത്തിയുള്ള വണ്ടിയാണ്, ക്ലീൻ വണ്ടിയാണ്, നല്ല വർക്കിംഗ് കാര്യങ്ങളൊക്കെയാണ്. ബജറ്റ് അത്യാവശ്യം കേരള വണ്ടി നമ്മൾ എടുക്കുമ്പോൾ ബജറ്റ് വരുന്നതാണ്. അതുകൊണ്ടാണ് ഇതിപ്പം എല്ലാവർക്കും അറിയാം. അപ്പോൾ വണ്ടി വില കുറഞ്ഞൊന്നും കിട്ടാനില്ല. നമ്മൾ ഈ അതർ സ്റ്റേറ്റ് വണ്ടി ഇറക്കണേ അതിന് വേണ്ടിയാണ്. ഇപ്പം ബജറ്റ് കുറഞ്ഞ ആൾക്കാർ ഇപ്പോൾ 70 ആള് 68 ആള് വണ്ടി എടുക്കണ്ടേ. അപ്പോൾ ഓർക്ക് വേണ്ടിയാണ് ഈ പുറത്തെ വണ്ടി നമ്മൾ ഇറക്കണേ. ഞാൻ പറയില്ലേ, അതായത് കുട്ടികളെ പോലെ വർക്ക്ഷോപ്പിൽ ഇരിക്കുന്ന ആളുകൾക്ക് ഇത് കൊടുക്കുമ്പോഴും അതേ ഫീലിംഗ് ഉണ്ടാവും. അതുകൊണ്ടാണ് അത് ചെറിയ വിലക്കൊന്നും കിട്ടില്ല. അത്രയും ആഗ്രഹത്തോടെ എടുക്കുന്ന ആൾക്കാർ കൊടുക്കുന്നില്ല. എത്ര കോടികൾ കിട്ടിയാലും കൊടുക്കൂല. അതുകൊണ്ടാണ് ഇതിന് വില കൂടേണ്ട ഒരു കാരണം. എല്ലാവരും പറയും ചില ആൾക്കാർ ഷോറൂം ഇട്ടുകൊണ്ട് വില മാർക്കറ്റ് റേറ്റ് കൂടും. ഷോറൂം കൊണ്ടൊന്നും റേറ്റ് കൂടില്ല. ഈ വണ്ടിനോട് ഇഷ്ടം കൂടിയിട്ട് ആൾക്കാർ ഇപ്പോൾ വിൽക്കണത് വളരെ കുറവാണ്. നിങ്ങളെ നാട്ടിൽ നിങ്ങൾ ചിലപ്പോൾ പരിചയമുണ്ടോ, 10 കൊല്ലമായിട്ട് കൊണ്ടുനടക്കുന്ന 20 കൊല്ലമായിട്ട് ഓരോട് നിങ്ങൾ പോയിട്ട് 1 ലക്ഷം പറഞ്ഞോളി, 1.5 ലക്ഷം പറഞ്ഞോളി, 2 ലക്ഷം പറഞ്ഞോളി, ഒരു കൊടുക്കില്ല എന്ന് പറയുള്ളൂ. അങ്ങനത്തെ ആൾക്കാരാണ് അതിന് വില കൂട്ടുന്നത്. എല്ലാവരും വണ്ടി വിറ്റ് തുടങ്ങുകയാണെങ്കിൽ അതിന് ഡിമാൻഡ് കുറയും. അപ്പോൾ തന്നെ വില കുറയും. പക്ഷെ ഇപ്പൊ ആരും കൊടുക്കൂല. ആ റീൽ എത്ര വൈറലായാണ്, എന്തുകൊണ്ട് ആരും കൊടുക്കാൻ ഉദ്ദേശിക്കില്ല. നമുക്ക് ഏതാണ് വരുന്നത്? RX100 ആണോ? RX 135 തന്നെയാണ്. ഒറിജിനൽ കാർബറേറ്റർ ആണ്. മോഡലാണ്. പിന്നെ ഇതിന്റെ കാർബറേറ്റർ ടാങ്ക് അല്ലെങ്കിൽ ഒറിജിനൽ പാർട്സിനനുസരിച്ചൊക്കെ ഉണ്ടാവും വണ്ടിന്റെ ഓരോ മാറ്റം. 88 രൂപ പ്ലസ് റേഞ്ച് വരുന്നതാണ്. 88 രൂപ പ്ലസ് റേഞ്ച് പ്ലസ് 88,000 പ്ലസ് റേഞ്ച് വരുന്നതാണ്. ഓക്കെ, ഇന്ത്യയിൽ ജസ്റ്റ് പറഞ്ഞോളെ ആളുകൾ നമ്മൾ ये जो गाड़ी आपने आपको स्टार्ट से दिखाई है, एक शॉर्ट में बताता हूँ. ये लगभग 68,000 में आपको दे देंगे. ये 79,000 में, ये 75,000 में. ये सब 5 साल वैलिड है. आपको NOC निकाल के देंगे. इसके अलावा ये गाड़ी लगभग 95,000 प्लस में आएगी. ये 88,000 प्लस में ഏകദേശം നമുക്ക് പഠിക്കാനാവല്ലോ. ഞാൻ പറഞ്ഞില്ലേ മലയാളം പഠിപ്പിക്കുന്നുണ്ടെങ്കിൽ കുറച്ച് ഇന്ത്യക്ക് നമുക്ക് അതുപോലെ തന്നെ ഒരു ബ്ലാക്ക് കളർ. ഇത് ബ്ലാക്ക് കളറാണ്. ഡിസ്ക് ബ്രേക്ക് ഉണ്ട്. ഹൈറ്റ് ചെയ്തിട്ടുണ്ട് 05 ഈ 59 ഫ്രണ്ട് ആയിട്ട് ഇതിന് ബാക്ക് ഫിനിക്സ് ഷോക്ക് ഇതിന്. എത്ര ചോദിക്കുന്നത്? 92 രൂപ പ്ലസ് 93 94 ആ റേഞ്ച് ഏകദേശം. എന്താ പറയുക, നമ്മളിപ്പോൾ ഇവിടെ കുറെ ആയി ഞാൻ ഇവിടെ ഇല്ലാത്തതുകൊണ്ട് എനിക്ക് കറക്റ്റ് റേറ്റ് ഓർമ്മയിലില്ല, കുറെ അറിയാത്തുണ്ട്. അപ്പം ഇതിപ്പോ ഇന്ന് പിന്നെ 2 ദിവസമായിട്ട് ഷോറൂമിലുള്ളതുകൊണ്ട് ഇതറിയാം. നമുക്ക് കളർ കാര്യങ്ങളൊക്കെ അടിപൊളിയായിട്ട് ചെയ്താണ്. ഫിനിക്സിന്റെ ഷോക്ക് ഇതിന്, പൾസറിന്റെ ഡിസ്ക് ഇതിന്, SD വീലുണ്ട്. 1 ലക്ഷം രൂപ മുകളിൽ വരും. 1 ലക്ഷം വരും. അതുപോലെ തന്നെ നമുക്ക് വെറൈറ്റി കളർ തന്നെയാണ് നെക്സ്റ്റ്. ഇത് കിങ് ടൈപ്പ് ഗ്രാഫിക്സ് വരുന്നതാണ്. ഏത് കളർ അടിച്ചുവിടെ നമുക്ക് വണ്ടി? ഏത് കളർ നിങ്ങൾക്ക് വേണ്ടി അടിച്ചു തരും. ചെറിയ രീതിയിലൊക്കെ നമുക്ക് ടാങ്ക് സൈഡിക്കർ ചേഞ്ച് ചെയ്യാനാണെങ്കിൽ 200-300 രൂപ മാറ്റത്തിലൊക്കെ നമ്മൾ ടാങ്ക് സൈഡിക്കറൊക്കെ ഇവിടെ തന്നെ പുതിയ നമുക്ക് തോന്നിയത്. അതായത് നമ്മൾ 2-3 ദിവസം വയനാട്ടിലായിരുന്നു. അതായത് സൗണ്ട് കേട്ടപ്പോൾ പെട്ടെന്ന് അത് ഓർമ്മ വന്നു. ഞാൻ ആദ്യം പോയി, ഞാൻ വയനാട്ടിലേക്ക് ആരും വിളിച്ചില്ല, ഞാൻ ഒറ്റയ്ക്ക് ബൈക്ക് എടുത്ത് പോയി. നമുക്കെന്ന് വെച്ചാൽ നമ്മുടെ കൂടെ പുറപ്പെടുന്ന പോലെ തന്നെ അവിടെ നമുക്ക് കഷ്ടപ്പെടുന്ന ബുദ്ധിമുട്ടായി നിൽക്കണമല്ലോ. ഒരു ദുരന്തം നടക്കുമ്പോൾ നമ്മൾ അവിടെ എന്ത് നമുക്ക് ചെയ്യാൻ കഴിയുന്ന ഒരു ചെറു വിരലെങ്കിലും അനക്കണമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ആദ്യം പോയി. സംഗതി ഞാനവിടെ പോയ അപ്പം ഉണ്ട് മുജീക്ക വിളിക്കുന്നത്,
രാത്രി പതിനൊന്നരക്ക് സ്റ്റോറി ഇട്ടിരുന്നു. ഞാൻ രാവിലെ നീച്ചിട്ട് ഏകദേശം 5:45 ആ സമയത്ത് ഞാൻ നോക്കുമ്പോൾ സ്റ്റോറി വയനാട് പോകാന്നാണ് സ്റ്റോറി. അപ്പോൾ ഞാൻ വിളിച്ച് ഞാൻ പോകുമ്പോൾ എന്നെ വിളിക്കേണ്ട, എന്നോട് പറയണ്ട, ഞാനും വരാൻ നിൽക്കില്ല. അപ്പോൾ നിങ്ങൾ വന്നോളൂ, ഞാൻ അവിടെ ഉണ്ട് എന്ന് പറഞ്ഞു. അപ്പം വയനാട് ബോർഡർ ക്ലോസ് ചെയ്തിന്, ഉള്ളിലേക്ക് എൻട്രി ഇല്ല. നമുക്ക് സ്പെഷ്യൽ പെർമിറ്റ് കാര്യങ്ങളൊക്കെ അവിടെ കിട്ടി. നമുക്ക് ആ നേരത്തെ നമ്മൾ അവിടെ ആളുകളുണ്ടല്ലോ, നമുക്ക് അങ്ങനെ ക്യാമ്പിലായിരുന്നു. വിളിച്ചോണ്ട് ഞാൻ പോയി. അവിടെ പോയപ്പോൾ വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ല. പിന്നെ ഉള്ളിൽ കുറേ ആൾക്കാർ, എനിക്ക് അവിടെ പരിചയമുള്ള കുറേ ആൾക്കാരുണ്ട്, നമ്മളെ ഇഷ്ടപ്പെടുന്ന ഒരുപാട് ആളുകൾ. നമുക്ക് ഞാനത് പോയത് നല്ലതായി എന്ന് എനിക്ക് തോന്നി. കാരണം എന്താ വെച്ചാൽ നമ്മളെ ഇഷ്ടപ്പെടുന്ന ആളുകൾ, നമ്മളെ ഇഷ്ടപ്പെടുന്ന നമ്മളെ ഫോളോ ലിസ്റ്റിൽ പെട്ട ഗിവ് അവേയിൽ പങ്കെടുത്ത, അല്ലെങ്കിൽ നമ്മളെ ഫോളോ ലിസ്റ്റിൽ നമ്മളെ വീഡിയോസുകൾ സ്ഥിരമായിട്ട് കാണുന്ന ആളുകൾ നമ്മളോട് വന്നിട്ട് സ്പൾബറ പെട്ടെന്ന് നല്ല ചിരിച്ച മുഖത്തോടെ വന്നിട്ട് നമ്മളോട് ഒരു കാര്യം അവർ, ചില ആളുകൾ അവരെ ബാക്കിയുള്ള ആളുകൾ മരണപ്പെട്ടു, ഈ ദുരന്തത്തിൽപ്പെട്ട ആളുകളെ പറ്റി പറയണം. അതായത് എൻ്റെ അനിയൻ മരിച്ചുപോയി, അല്ലെങ്കിൽ എൻ്റെ അമ്മ മരിച്ചുപോയി. അത് കേൾക്കുമ്പോൾ നമ്മളവിടെ പോയത് നന്നായി എന്ന് തോന്നി. കാരണം എന്താ വെച്ചാൽ അവരുടെ ഒരു വാക്ക്, അത് നമ്മളൊരു ജ്യേഷ്ഠൻ എന്നുള്ള രീതിയിൽ അവർ നമ്മളോട് പറഞ്ഞതാവും, അവർ സമാധാനത്തിൽ പറഞ്ഞതാവും. പക്ഷെ അത് എനിക്ക് നല്ല ഫീൽ ചെയ്തു. അതുകൊണ്ട് തന്നെ നമ്മൾ 2-3 സംസാരിക്കാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് ഒരു സങ്കടം പറയുമ്പോൾ നമുക്ക് നമ്മളാ കഴിയുന്നതെല്ലാം അവിടെ ചെയ്യാം. സമാധാനപ്പെടുത്താൻ അതിനുള്ള ധൈര്യം കൂടി വരും. എനിക്ക് വരുന്നില്ല, ഞാൻ മാറിയുന്നത് ഇവനാണ് പിന്നെയും സംസാരിച്ച്. ഞാനൊരു കാര്യം പറഞ്ഞിട്ട് നമ്മുടെ ഇൻസ്റ്റാഗ്രാമിൽ നമ്മളിനി ചെയ്യാൻ പോകുന്ന വീഡിയോസ് ആണെങ്കിലും മറ്റുള്ളതാണെങ്കിലും ഒക്കെ നമുക്ക് ചെറിയൊരു പേയ്മെന്റ് കിട്ടാറുണ്ട്. ആ പേയ്മെന്റിന്റെ ഒരു വലിയൊരു തുക നമ്മൾ ഇതിന് വേണ്ടിയിട്ട് വയനാട് ദുരന്തം അനുഭവിച്ചവരുടെ അവരുടെ വീടോ അല്ലെങ്കിൽ സ്ഥലമോ അല്ലെങ്കിൽ ഫർണിച്ചറോ അല്ലെങ്കിൽ പാത്രങ്ങളോ ലൈറ്റുകളോ എന്താണെന്ന് വെച്ചാൽ നമുക്ക് ചെയ്യാൻ കഴിയുന്ന ഫുഡായിട്ട് ചെയ്യാം. അപ്പൊ വലിയൊരു ഒത്തുപിടിച്ചാൽ മലയും പോരും പറയില്ലേ. അപ്പൊ നമുക്ക് ഒരാൾക്ക് ചിലപ്പോൾ പെട്ടെന്ന് എല്ലാം ചെയ്യാൻ കഴിഞ്ഞോണമെന്നില്ല. ഞങ്ങളെ കൂടുതൽ നിങ്ങൾ കൂടാൻ വേണ്ടി പറയില്ല, നിങ്ങൾ സെപ്പറേറ്റ് ആയിട്ട് ചെയ്യണം. ഞങ്ങൾ എന്തായാലും 2-3-4 ആൾക്കാർ 5 ആൾ കൂടിയിട്ട് വലിയൊരു സംഗതി ചെയ്ത് കൊടുക്കാനുള്ള പരിപാടി ഉണ്ട്. നിങ്ങളും ഇതേപോലെ എന്തെങ്കിലും ഒരു ചെറിയ ഇല്ലെങ്കിൽ അനക്കണം എന്നുള്ളതാണ് നമ്മുടെ വീഡിയോ കാണുന്ന നിങ്ങളോട് പറയാനുള്ളത്. പൈസ കൊടുത്ത് സഹായിക്കാൻ പറ്റിയ, സാധനം കൊടുത്ത് സഹായിക്കാൻ പറ്റിയ, ഒന്നില്ലെങ്കിൽ അവിടെ പോയിട്ട് നിന്ന് സഹായിക്കാൻ പറ്റിയ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ പോയി സഹായിക്കണം, ചെയ്യണം. പിന്നെ ചിന്തിക്കേണ്ട കാര്യമില്ല. നമ്മൾ പിന്നെ ഒരു 2 കൊല്ലം കഴിഞ്ഞിട്ട് ചിന്തിക്കാറില്ല, ഇപ്പൊ നമുക്ക് പോയി ചെയ്യണം. എന്തെങ്കിലും ബോഡികളൊക്കെ കൊണ്ടുവരുമ്പോഴേ അത് വളരെ നമുക്ക് പറയാൻ കഴിയണില്ല. ഫുൾ ബോഡി ഇല്ല. ചിലത് കൈ മാത്രമേ ഉള്ളൂ സംസ്കരിക്കാൻ കൊണ്ടുപോകണം, ചിലത് പകുതി താഴത്തേക്ക് മാത്രമേ ഉള്ളൂ. നമ്മൾ അവിടെ മോർച്ചറിയിലോടത്ത് നിന്ന് ആംബുലൻസിന്റെ കാര്യങ്ങൾ, അതുപോലെ തന്നെ പാർക്കിംഗ്, അതുപോലെ തന്നെ അതിന് വേണ്ടിയിട്ട് എല്ലാ കാര്യങ്ങളും നമുക്ക് അവിടെ ഫുള്ള് റൗണ്ട് അടിച്ചിട്ട് അവിടെ എന്താ എവിടെ നമുക്ക് ചെയ്യണം, സഹായിക്കണം തോന്നുന്നു അവിടെ നിന്ന് സഹായിക്കാം. അത് ജസ്റ്റ് ഇന്ത്യയിൽ വേണമെങ്കിൽ പറഞ്ഞോളൂ നമ്മൾ എന്താണ് പറഞ്ഞത്. വയനാട് जगह पे एक लैंडस्लाइड हुआ था, वहाँ पे लगभग 300 से ज़्यादा लोगों की मौत हुई और 300 और अभी डेड बॉडी है। 600 लोग के लगभग वहाँ पे लापता लोग हैं। 300 लोग अभी भी लापता, जिनकी बॉडी नहीं मिली। तो वहाँ पे हम 2 दिन कैंप में गए थे, तो वहाँ पे कुछ उनको जो भी वहाँ पे हमारी तरफ से हेल्प हो सकती थी हम जाके प्रैक्टिकली वहाँ रह के 2 दिन रह के भाई और हम दोनों गए थे. दोनों ने जाके वहाँ थोड़ी हेल्प करी और आपसे रिक्वेस्ट है कि आप में റീലാക്കിയിട്ടിരുന്നു. അതെന്താണെന്ന് വെച്ചാൽ നമ്മളെ വീഡിയോയിൽ ഇന്ത്യയിൽ പ്രേക്ഷകരുണ്ട്, അതുപോലെ തന്നെ പല ആളുകൾ ഇന്ത്യയിൽ മൊത്തം കാണുന്നവരുണ്ട്. അപ്പോൾ അവർക്ക് ആർക്കെങ്കിലും ഒരു ഇൻസ്പിറേഷൻ തോന്നിയിട്ട് എന്തെങ്കിലും ഒരു ചെറിയ കാര്യം ചെയ്ത് കൊടുക്കാൻ അവർക്ക് തോന്നുകയാണെങ്കിൽ തോന്നട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ റീല് കാര്യങ്ങൾ പോസ്റ്റ് ചെയ്തിരുന്നത്. ചില ആളുകളിൽ നെഗറ്റീവ് എന്തിനാണ് ഇങ്ങനെ ചെയ്യുന്ന വീഡിയോ റീച്ച്, അത് എന്താ പറയാ, അത് അതിലൊന്നും കാര്യമില്ല. നമ്മൾ നേരായാൽ മതി. മടിയുണ്ട് ഞാൻ അവനോട് പറഞ്ഞാണ്. ഞാനൊരിക്കലും വീഡിയോ എടുത്തില്ല, മൂപ്പര് വന്നതിന് ശേഷമാണ് ആ വീഡിയോസ് കാര്യങ്ങളെല്ലാം. ഞാൻ വീഡിയോസ് ഒക്കെ ഞാൻ തന്നെ എടുത്താണ്. ഞാൻ അവനോട് പറഞ്ഞ ഇടണം വീഡിയോ. അതുകൊണ്ട് അവൻ എല്ലാ വർക്കും സോഷ്യൽ മീഡിയ ത്രൂ ചെയ്യണമാണ്. അപ്പോൾ അവൻ നല്ലത് ചെയ്യണം കൂടി സോഷ്യൽ മീഡിയയിൽ ഇടണം. അപ്പോൾ അങ്ങനെ അവനോട് പറഞ്ഞിട്ടാണ് അത് ഇടുന്നത്. അതേപോലെ വീഡിയോ അവൻ അറിയാതെ എടുത്ത വീഡിയോ, കുറേയൊക്കെ ഞാൻ അറിയാതെ അവിടെ ഇവിടെയൊക്കെ നിന്നിട്ട് എടുത്ത വീഡിയോസാണ്. അത് നിങ്ങൾക്ക് ആ വീഡിയോ കാണുമ്പോൾ മനസ്സിലാവും. അവൻ്റെ റീലെടുത്ത് ഇൻസ്റ്റാഗ്രാം പേജിലൊന്ന് കയറി നോക്കിയാൽ മനസ്സിലാവും. എന്തായാലും നമുക്ക് ചെറിയ കുറച്ച് കാര്യങ്ങളും ചെയ്യാൻ കഴിയുന്നുള്ളതിൽ വളരെ വലിയ സന്തോഷമാണ്. കാരണം ഒരു ദുരന്തമുഖമുണ്ട് അല്ലെങ്കിൽ ഒരു നാട്ടിൽ എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടാകുമ്പോഴാണ് നമ്മൾ മലയാളികളുടെ ഒത്തൊരുമ, ആ ഒരു മലയാളികളല്ല ഇന്ത്യക്കാരല്ല, പക്ഷെ മലയാളി വേറെ ലെവലാണ്. ഒരു പാർട്ടിക്കാരില്ല, ഒരു മതക്കാരില്ല, ഒന്നുമില്ല. എല്ലാവരും ഒത്തൊരുമിച്ചിട്ട് എവിടെ ആരാന്താ പണിയെടുക്കുന്നത്, എല്ലാവരും ഭയങ്കര എന്ത് വർഗീയത നമ്മുടെ നാട്ടിലുണ്ടായിട്ടും കാര്യമില്ല. ഈ കാര്യത്തിൽ നമ്മൾ തോൽപ്പിക്കാൻ കഴിയില്ല. മലയാളീസ് കഴിഞ്ഞിട്ട് ആരും ഉള്ളൂ. ഞാൻ രാജസ്ഥാനിൽ തിരിച്ചു വന്നാണ് ഈ സംഭവം സംഭവിച്ചിട്ടാണ് ഞാൻ തിരിച്ചു വരുന്നത്. അവിടെ വന്നു കഴിഞ്ഞിട്ട് നമ്മൾ ഇത് അവിടെ പോയി നോക്കുമ്പോൾ അവിടെ ആരും ഒന്നുമില്ല, ആരെ പേരോ ഒന്നുമില്ല. നമ്മൾ നോർത്ത് ഇന്ത്യയിൽ അങ്ങനെയല്ല, നമ്മളെ പേര് ചോദിച്ചിട്ട് പരിചയപ്പെട്ടിട്ട് ആൾക്കാർ സഹായിക്കാം. ഇവിടെ അങ്ങനത്തെ ഒന്നുമില്ല കേട്ടോ. ഭയങ്കര മലയാളീസ് നന്മൻ്റെ കാര്യത്തിൽ കുറേ നമ്മൾ കേരളത്തിൽ അങ്ങനെ ഉണ്ട് ഇങ്ങനെ ഉണ്ടെന്ന്. പക്ഷേ ഈ സംഭവം സംഭവിച്ച് വളരെ നമുക്ക് സങ്കടമല്ല. പക്ഷേ ഇതിനോട് നമ്മളെ ഒരുമ നമുക്ക് കാണാൻ പറ്റും. നമ്മൾ ആരും മതമോ ജാതിയോ പ്രായത്തിനോ നമ്മളെ നാടിനെ പറ്റി നമുക്ക് നല്ലത് പറയും. ഞാൻ പുറത്ത് പോയി കഴിഞ്ഞാൽ എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ് കേരളത്തിൽ ഉണ്ടാവുന്ന ഒരു കാര്യം കേട്ടോ. ഇവിടെ മാറ്റുള്ള കാര്യം. അവിടെ ഫ്രണ്ട്സ് ആണെങ്കിൽ മുജീബിൻ്റെ കൂട്ടത്തിൽ എന്താ പറയുക, മുജീബിന്റെ കൂട്ടത്തിൽ അബ്ദുള്ള അങ്ങനത്തെ ആൾക്കാർ മാത്രമേ ഉണ്ടാവുള്ളൂ. ഇവിടെ അങ്ങനെയല്ല. ഞാനും ഷാമു ആ പാർട്ട്ണർ. ഇവിടെ ജസ്റ്റ് അതുകൂടി ഇവിടെ കാണിച്ചു തരാം. അതുകൂടി നമ്മൾ കാണണല്ലോ അല്ലേ. ശ്യാമിനെ അധികവും വീഡിയോയിൽ ഉൾപ്പെടുത്തല്ലേ. കാരണം ഓൻ അവിടെ ഇങ്ങനെ തിരക്കിലേറെ എന്തെങ്കിലും
ഷാമേ എന്താ പറഞ്ഞ സുഖല്ലേ? അപ്പൊ ഈ എന്താന്ന് വരാ ഇവ വന്നില്ലോ? ഫസ്റ്റ് അതിന് മുമ്പ് അവൻ ജിപ്സി എടുത്ത് പോയിട്ട് ജിപ്സി എടുത്ത് പോയിട്ടുണ്ടല്ലേ? അപ്പൊ നിങ്ങളെ മുന്നേ നമ്മളൊക്കെ മുന്നേ ഇവനവിടെ എത്തിയിട്ടുണ്ട്. ഓക്കെ, താങ്ക് യു. എന്തായാലും ഈ കസ്റ്റമർ ഡീൽ ചെയ്തോണ്ടിരിക്കാണ്. ഓക്കെ, നമുക്ക് എന്നാ ഡീറ്റെയിൽസ് തുടങ്ങാം അല്ലേ? അടുത്ത വണ്ടി നമുക്ക് ഏകദേശം ജിപ്സി കാണിക്കണം നമുക്ക് വീഡിയോയില്. ജിപ്സി പജീറോ എടുത്ത് വന്നിട്ടുണ്ട്. രാജസ്ഥാനി പജീറോ നമുക്ക് കാണിക്കാം. റയർ ആയിട്ടുള്ള സാധനങ്ങളൊക്കെ നമ്മുടെ അടുത്ത് ഉണ്ടാവും. നമ്മൾ കൊടുക്കോ? നമുക്ക് നോക്കാം. ഇപ്പൊ നമുക്ക് സെറ്റ് ആക്കാം. അത് കാറുകൾ വിൽക്കുന്ന ഒരു ഷോറൂമായിട്ട് നമ്മൾ തുടങ്ങിയതാണ്. ചെറിയൊരു പരിപാടി നമുക്ക് ഗ്രൗണ്ടിൽ എന്തേ വേണ്ടേ. അപ്പോൾ അതിന് നിങ്ങളെ സപ്പോർട്ട് വേണം. നമ്മൾ ഇൻസ്റ്റാഗ്രാമിൽ ജസ്റ്റ് ഒന്ന് കയറി നോക്കിയാൽ മതി. സ്പൾബർ ഗാരേജ് അടിച്ചാൽ അതിന്റെ ലിങ്ക് വേണമെങ്കിൽ താഴെ കൊടുക്കാം. എന്തായാലും അതിനൊറ്റൊന്നും ഇപ്പോൾ ഞങ്ങൾ കൂടുതൽ പറയണില്ല. നമുക്ക് വണ്ടിനെ പറ്റി വരാം. കുറെ ആയില്ലേ പറഞ്ഞിട്ട്. ഓക്കെ, പറയേ ഇത് 135 ആണ്. അത്യാവശ്യം പെയിന്റിങ്ങും കാര്യങ്ങളൊക്കെ കഴിച്ച വണ്ടിയാ. വണ്ടിന്റെ മുകളിൽ വേറെ വർക്കും കാര്യങ്ങളൊന്നും ബാക്കിയില്ല. നീറ്റ് വണ്ടി, ഹൈറ്റും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. റേറ്റ് ഏകദേശം 90 രൂപ പ്ലസ് റേഞ്ച് വരും. ഹൈറ്റ് കാര്യങ്ങൾ ചെയ്ത പോലെ എല്ലാ ടാങ്ക് സീറ്റ് ഇതൊക്കെ മാറിയതാട്ടോ. ഒപ്പിച്ചെല്ലാം മാറി ചേഞ്ച് ചെയ്താണ്. കാര്യങ്ങളൊക്കെ മാറിയതാണ്. ഓക്കെ, അതുപോലെ തന്നെ നമുക്ക് നെക്സ്റ്റ് വരുന്നത് അടുത്ത 87 മോഡൽ ജപ്പാൻ വണ്ടിയാണ്. ജപ്പാൻ വണ്ടി നമ്മള് രാജസ്ഥാനിൽ വാങ്ങിയിട്ട് ബഫ് ചെയ്താണ് ഫുള്ള്. ഏകദേശം അങ്ങനെ പിൻ ടു പിൻ ചെയ്തൊരു വണ്ടിയാണ്. 87 മോഡലാണ്. 26 വരെ പേപ്പർ ഉണ്ട്. NOC എങ്ങോട്ടാൻ വേണ്ടി എടുത്തരും. കാർഡ് കാര്യങ്ങളൊക്കെയാണ്. ഏകദേശം 95 രൂപ പ്ലസ് റേഞ്ച് വരുന്ന ജപ്പാൻ വണ്ടി ഉദ്ദേശിക്കുന്ന ആൾക്കാർക്ക് കേരള ഈ ഗാഡി ഭായ് ഹിന്ദി പറയണ നല്ലത്. പുറത്തുള്ളവർക്ക് വേണ്ടി എടുത്തുകൊണ്ടെന്നാണ്. നാട്ടിലുള്ളവർക്ക് ഇത് എടുക്കുമ്പോൾ 95 റേറ്റ്. ചിലപ്പം ഇവിടെ കേരള വണ്ടി നമുക്ക് 95 ആ റേഞ്ചിലൊക്കെ കൊടുക്കാൻ പറ്റും. ये भाई लो ये गाड़ी है 87 मॉडल मेड इन जापान गाड़ी है. एक नंबर कंडीशन है, नीट कंडीशन गाड़ी है. बिल्कुल एकदम गारंटी से आप ले सकते हो. गाड़ी लगभग 95 प्लस रेंज में 1 लाख के रेंज में आएगी गाड़ी. एक नंबर जापान गाड़ी के लिए कोई भी आप बैठा हो तो ये गाड़ी बुक कर लो भाई. ओके, നമുക്ക് നെക്സ്റ്റ് വരുന്ന റെഡ് കളർ പറഞ്ഞോളൂ. ഇത് ഒറിജിനൽ ജപ്പാൻ വണ്ടിയാണ്. CT നമ്പർ. എല്ലാ വീഡിയോയിലും തിരുവനന്തപുരത്തിന് ഹൈലൈറ്റ് ഉണ്ടാവില്ലേ? നമുക്ക് ഏറ്റവും കൂടുതൽ ജില്ല, അതായത് നമ്മൾ മലപ്പുറമാണോ, കൊണ്ടോട്ടിയാണോ, അല്ലെങ്കിൽ കോഴിക്കോടാണോ, തിരുവനന്തപുരമാണോ, ഏതാണ് ഏറ്റവും കൂടുതൽ ഫാൻ സ്പേസിൽ, അതായത് ടൂ സ്റ്റോക്ക് വണ്ടികൾ ഇഷ്ടപ്പെടുന്ന ആളുകൾ ഏറ്റവും കൂടുതലുള്ള ജില്ല ഏതാണ്? നമുക്ക് കമന്റ് ഇട്ടോട്ടെ. ഓക്കെ, നിങ്ങൾ ഗസ് ചെയ്യണ്ടോ ഏതെങ്കിലും? ഗസ് ചെയ്താടിയോ? ഗസ് ചെയ്യണ്ട. നമ്മള് തിരുവനന്തപുരം എന്ന് പറഞ്ഞാൽ വലിയ വിലക്ക് വണ്ടി വാങ്ങുന്നതുകൊണ്ടാണ് തിരുവനന്തപുരം അടുത്ത് എന്താ പറയാ കണ്ടിന്യൂ ഇങ്ങനെ അവരുടെ നമ്പറിന് പ്രത്യേകിച്ച് അവർക്കൊരു വാല്യൂ ഉണ്ട്. സപ്പോർട്ടുമാണ്. കണ്ടിന്യൂ നമ്മൾ വിളിക്കുകയും ചെയ്യും. നമ്മളെ സപ്പോർട്ട് അവർ വിളിക്കും. തിരുവനന്തപുരം KCTO KBTO വന്നോന്ന് ചോദിച്ചുകൊണ്ടിരിക്കുന്ന ടീം. അതുകൊണ്ടാണ് നമ്മൾ അങ്ങനെ തിരുവനന്തപുരം എടുത്ത് പറയുന്നത്. ഓക്കെ, നമുക്ക് ചോദിക്കുന്ന പ്രൈസ് പറഞ്ഞോ? ഏകദേശം 1.5 റേഞ്ചിൽ 1.5 റേഞ്ച് അല്ലേ? 1.5 ലാക്ക് അബോ അങ്ങനെ കൊണ്ടും അല്ലേ? ഓക്കെ, ഇത് നെഗോഷ്യബിൾ അല്ലേ? പ്രൈസ് ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ആവല്ലേ? ഓക്കെ. എല്ലാ വണ്ടിയും സ്പൾബറിന്റെ വീഡിയോ കണ്ടിട്ടാണ് നിങ്ങൾ വരുന്നത്. ജസ്റ്റ് ഒന്ന് പറഞ്ഞെടുത്താണ്ടേ. നമ്മൾ ചെയ്ത് കൊടുക്കലുണ്ട്. ഉറപ്പല്ലേ? വന്നിട്ട് വണ്ടി വാങ്ങിയ ആൾക്കാർ ഇട്ടാൽ മതി. ഓക്കെ. അതുപോലെ തന്നെ നമുക്ക് നെക്സ്റ്റ് വരുന്നത് ഇത് KL 07C ഒറിജിനൽ കേരള RX 100 ആണ്. വണ്ടി ഏകദേശം ജെന്യൂൻ കണ്ടീഷനിലുള്ള ഒരു വണ്ടിയാണ്. കാര്യമായിട്ട് ഡ്യൂപ്ലിക്കേറ്റ് പാർട്സ് കാര്യങ്ങളൊന്നും സൈലൻസർ മാത്രം ഒന്ന് പ്ലേറ്റ് ചെയ്യാനുണ്ട്. പ്ലേറ്റ് ചെയ്ത് കൊടുക്കാം. സ്പെയർ നമ്മുടെ അടുത്ത് അവൈലബിൾ ആണ്. ഓൾ ഇന്ത്യ ഡെലിവറി സ്പെയറും അവൈലബിൾ ആണ് അല്ലേ? ഓക്കെ, നമുക്ക് പ്ലേറ്റ് ചെയ്യാത്താകുമ്പോൾ റേറ്റ് കുറഞ്ഞുണ്ടാവും. പ്ലേറ്റ് ചെയ്യുമ്പോൾ അതിൻ്റെ 1500 രൂപ കൂടുതലുള്ളൂ. വേറെ സെപ്പറേറ്റ് ആയിട്ടൊന്നും കൂടാം. ഓരോ നെറ്റിനും ബോൾട്ടിനും ഇതിന് പൈസയാണ്. അതാണ് ഈ ടൂ സ്റ്റോക്ക് വണ്ടികൾ അല്ലെങ്കിൽ വിന്റേജ് കളക്ഷന്റെ. ഓക്കെ, നമുക്ക് നെക്സ്റ്റ് വണ്ടി സിംഗിൾ ഓണർ വണ്ടിയാണ്. ഓക്കെ, സിംഗിൾ ഓണർ RX 100 2029 വരെ പേപ്പർ ഉണ്ട്. 135 RX 100 ഒറിജിനൽ കേരള RX 100 ആണ്. ഓക്കെ, 6 വോൾട്ട് സൈലൻസർ കാര്യങ്ങളൊക്കെ ചെയ്തതാണ് ഇപ്പൊ പുതിയത്. കാര്യങ്ങൾ ജപ്പാൻ കാർബറേറ്റർ ആണ്. അത്യാവശ്യം കണ്ടീഷനുള്ള വണ്ടി. ഏകദേശം 88,000 രൂപ റേഞ്ച് വരുന്നതാണ്. ഓക്കെ, 88,000 രൂപ റേഞ്ച് വരുന്ന ശ്യാം അപ്പോൾ വണ്ടി സ്റ്റാർട്ട് ആക്കുന്നുണ്ട്. ശ്യാം ആ പുക കാണുമ്പോഴേ നമുക്ക് കോടമഞ്ഞ് പോലെ പിടിച്ചിട്ട്, അതായത് മഞ്ഞിലൂടെ ഈ വണ്ടി പോകുമ്പോൾ വേറെ പ്രത്യേക ഒരു വൈബാട്ടോ അല്ലേ? അതായത് നമ്മൾ മൂന്നാർ, ഇടുക്കി, കൊടൈക്കനാൽ, ഹിൽ ഏരിയകളിലൂടെ നമ്മൾ പോകുമ്പോൾ RX എടുത്ത് പോകാനുള്ള ഒരു ഫീൽ വേറെ. അടിയിന്ന് കാറ്റഗറി വരുന്ന ബുള്ളറ്റിലേക്കാൾ ഒന്നും കൂടെ അല്ലേ ഒരു ഫീൽ വരും. ഇപ്പൊ ബുള്ളറ്റിന്റെ ആൾക്കാർ നമ്മളെ കൊല്ലോ ഇല്ലല്ലോ, കാറ്റിന്റെ ഒരു ഫീൽ വേറെ തന്നെയാണ്. അത് നമ്മൾ ഫ്രണ്ടിൽ എന്നുള്ള പറഞ്ഞോ, നിറച്ച് വണ്ടിയാണല്ലോ. ഏതാ വണ്ടി? ജസ്റ്റ് വരും. ഇത് ബഡ്ജറ്റ് കുറഞ്ഞ കൊടുക്കാൻ പറ്റിയ വണ്ടിയാണ്. നല്ല നമ്പറാണ്. അതേപോലെ നല്ല വർക്കിംഗിലാണ്. സീറ്റ് കാര്യങ്ങളൊക്കെ ചേഞ്ച് ചെയ്താണ്. കാർപ്പറ്റർ പുതിയതാണ്. 75 രൂപേന്റെ ചെറുതായിട്ടൊക്കെ എന്തൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റും. ഇഞ്ചൻ ദമ്മാണെങ്കിൽ സൗണ്ട് കേട്ടിട്ടുണ്ട്. 6 വോൾട്ട് സൈലൻസർ ആണ്. നല്ല ബീറ്റുള്ള നല്ല വണ്ടി. അതായത് അതുപോലെ തന്നെ നമുക്ക് നെക്സ്റ്റ് വരുന്നത് KED 52 നമ്പറിന് വാല്യൂ ഉണ്ട്.
ആരും KD വാങ്ങാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഒന്ന് വിചാരിക്കരുത്. ഇത് അഡ്വാൻസ് ഇന്നലെ വൈകുന്നേരം അഡ്വാൻസ് ആയതാണ്. അടുത്ത KD ഉണ്ട്. ഇത് ഉറുപ്പിന്റെ മുകളിൽ വരും. നല്ല വർക്കിംഗ് ഉള്ള വണ്ടിയാണ്. നമ്മള് മൈസൂർ മഫ്ലർ കാര്യങ്ങളൊക്കെ ചെയ്തതാണ്. കാർബേറ്റർ കാര്യമുണ്ട്. നല്ല പവർ, നല്ല നമുക്ക് ലാസ്റ്റിൽ പള്ളി പോകാനുള്ള പള്ളി പോകാനുള്ള സമയമാണ്. ഓക്കെ, നമുക്ക് നെക്സ്റ്റ് വരുന്നത് KED. ഈ നമ്പറാണ്. ഈ വണ്ടിക്കാണ് എത്ര ചോദിക്കണേ? 1.5 വരും. വണ്ടിയാണ് കാണിച്ചു കൊടുത്തോട്ടെ. നമുക്ക് വണ്ടിക്ക് എത്ര ചോദിക്കുന്നത്? 1.5 ആ ലെവൽ എന്തായാലും വരും. എന്താ പറയുക, ഇന്നലെ വർക്ക് കഴിഞ്ഞ് കയറ്റിയ വണ്ടിയാണ്. ഇതിന്റെ മുകളിൽ കാർബേറ്റർ ഒക്കെ ഞങ്ങൾ വാങ്ങിയപ്പോൾ ഇന്ത്യനെ ഉള്ളു, ജപ്പാൻ ഇട്ടതാണ്. അപ്പൊ അതിന്റെ ബില്ല് കറക്റ്റ് കൂട്ടിയിട്ടില്ല. അതുപോലെ തന്നെ ഗുജറാത്ത് വണ്ടി. ഇത് ഗുജറാത്ത് ഗൗട്ട് മോനെ, എന്താണ് അതിന്റെ പിൻ ടു പിൻ റീസ്റ്റോർ ചെയ്താണ്. റേറ്റ് അറിയോ? പാർട്ടി ഓർഡറിലല്ലേ ഇത്? ഓർഡറിലാണോ? ഇത് ഈ വണ്ടി നമുക്കൊന്ന് പുറത്തേക്ക് എടുത്ത് കാണിക്കാം. എന്തുകൊണ്ടാ അറിയാം, അത് പാർട്ടി ഓർഡറിൽ നമ്മൾ വർക്ക് എടുത്താണ്. മൈക്കാട്ടി. ഓക്കെ, നിങ്ങൾ പുറത്തേക്ക് എടുത്തോളി വണ്ടി. ഈ വണ്ടി ഒന്ന് ജസ്റ്റ് ഒന്ന് പുറത്തേക്ക് എടുത്ത് കാണിച്ചു തരാം. ഇതേപോലെ നിങ്ങൾക്ക് പിൻ ടു പിൻ ഈ സൈഡിൽ നിന്ന് കാണിച്ചു കൊടുക്കും. ഇതിൻ്റെ വണ്ടിൻ്റെ ലുക്ക്, അതിൻ്റെ മോനെ, എഞ്ചിനാണെങ്കിലും എഞ്ചിൻ കേസ് ആണെങ്കിലും സൈലൻസർ ആണെങ്കിലും എല്ലാ ഭാഗവും അല്ലേ പിൻ ടു പിൻ റീസ്റ്റോർ ചെയ്ത വണ്ടി. അത് നമുക്ക് ഓർഡറിൽ വർക്ക് എടുത്താണ്. ക്ലാരിയേറ്റർ ഡിസ്ക് വേണം, ഹൈറ്റ് ചെയ്യണം, ഫിനിക്സിൻ്റെ ഷോക്ക് വേണം, കളർ ഇത് വേണം. അതേപോലെ പിൻ ടു പിൻ റീസ്റ്റോർ ചെയ്ത്. അപ്പോൾ ആരെങ്കിലുമൊക്കെ വണ്ടി ഇങ്ങനെ പിൻ ടു പിൻ റീസ്റ്റോർ ചെയ്ത വണ്ടി വാങ്ങാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ ബുക്ക് ചെയ്താൽ മതി. ഞങ്ങൾ പുറത്തത്തെ വണ്ടി ആകുമ്പോൾ GJ വണ്ടിയാണ്, എന്തെങ്കിലും റേറ്റ് കമ്മിയിൽ കിട്ടിയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. ഓ, സൗണ്ടും വേറല്ല. ഓട്ടോടി ടയർ കാര്യങ്ങൾ, അതുപോലെ തന്നെ ഷോക്ക്, ഫിനിക്സ് ഷോക്ക്. ഇതിന്റെ മുകളിൽ ഫുൾ സാധനങ്ങൾ നിങ്ങൾക്ക് കാണാം. എല്ലാ സാധനം, ഒരു പാർട്സ് ഇതിന്റെ മുകളിൽ പഴയതില്ല. ഇൻഡിക്കേറ്റർ കണ്ടോ? കാര്യങ്ങളെല്ലാം സെറ്റാണ്. അപ്പം ഫുൾ പിൻ ടു പിൻ റീസ്റ്റോർ ചെയ്യാം. പ്രൈസ് എങ്ങനെ ഏകദേശം വരാം? അങ്ങനെ പിൻ ടു പിൻ ഒക്കെ ആക്കുമ്പോൾ 1,20,000 പ്ലസ് റേഞ്ചിൽ വരും. എങ്ങനെ വർക്കിനനുസരിച്ചാണ് പൈസ വരാം. അതുകൊണ്ട് ചില വണ്ടിക്ക് ടയർ കാര്യങ്ങളൊന്നും മാറ്റേണ്ട ആവശ്യം വരില്ല. അപ്പൊ നമുക്ക് കുറഞ്ഞ് ചെയ്യാൻ പറ്റും. ഇതിനൊക്കെ ടയർ, റിമ്മ്, ക്വാളിറ്റി കറക്കും. പിന്നെ പാർട്സ് എന്താ പറയുക, ചില വണ്ടി നമ്മൾ എടുത്തു കഴിഞ്ഞാൽ മടുകാട് മാറേണ്ട, അങ്ങനത്തെ മാറാത്ത ആവശ്യം. പക്ഷെ ചില വണ്ടി ഓണർ പിൻ ടു പിൻ എല്ലാം മാറണമെന്ന് 100% പറയും. കംപ്ലൈന്റ് ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും അതിനനുസരിച്ച്. ഇത് അടുത്ത വണ്ടിയാണ്, പാലക്കാടൻ വണ്ടി. ഞാൻ ഒരു ഉദാഹരണം പറയാം. അപ്പൊ ഇതിന് ഒരു ചെറിയ ചൊറി പോലെ ഇതുണ്ട് ഇവിടെ, വൈറ്റ് കളർ. പക്ഷെ ചില പാർട്ടിക്കാർ അറിയും ഇതിനിപ്പോ കുഴപ്പമില്ല, ബ്രേക്ക് പിടിക്കുന്നതുകൊണ്ട് വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല, കാണാൻ സെയിലിന് ഒരു കുറവേ ഉള്ളൂ. അപ്പൊ ഈ ആള് ഓണർ ചിലപ്പോൾ പറയും ഇത് മാറ്റിയിട്ട് നിങ്ങൾ പുതിയ ഇട്ടോളി, ലിവർ പുതിയ ഇട്ടോളി. അപ്പൊ കാണാനൊന്നും ഒരു വൃത്തിയുണ്ടാവും. ഇപ്പൊ ഉണ്ടോ ഇതിന്റെ ലിവർ ഉണ്ടോ? ഓ, എന്താണ് അതിന്റെ ബ്ലാക്ക്, അല്ലെങ്കിൽ ഇത് പെയിന്റ് അടിച്ചാലും മതി, എങ്ങനെയാലും മതി, എങ്ങനെയാലും അതിന് വൃത്തി. 09 ABCD ഒന്നും ഇല്ലാത്ത നമ്പറുള്ള വണ്ടി, നല്ല വർക്കിംഗ് ഉള്ള വണ്ടി. ഓ, സൗണ്ട് അല്ലേ? इसका जो बीट है, 1 नंबर बीट है भाई. आपको RX 100 है प्योर. इसके साउंड से आपको पावर का फील मिलेगा, क्योंकि दमदार इंजन है इसका. अच्छा खासा पावर है ये गाड़ी में. पावरफुल है ये गाड़ी. लगभग 80,000 रेंज में आएगी आपको RX 100. 80,000 രൂപ ലെവൽ വരും. RX 135 അല്ലല്ലോ, 100 ആണ്. 100. ഓക്കെ, അതുപോലെ തന്നെ നമ്മളെ വണ്ടിയാണ്, നമ്മൾ സെയിലുള്ള. ഇതിന് ഡിസ്കിന് മാത്രം നല്ല റേറ്റ് ഉണ്ടാവും, അതുപോലെ തന്നെ ഈ നമ്പറിന് വില ഉണ്ടാവും. എന്തായാലും ഇത് അങ്ങനെ കാര്യപ്പെട്ട വണ്ടിയല്ല, അത് നമ്മളൊന്നും പറയില്ല. നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ ഇത് കൊടുക്കൂല, ഇതിനെപ്പറ്റി കൂടുതൽ ഇതിന്റെ വില ഒന്നും ഇല്ല കേട്ടോ. അത്രേ ഉള്ളൂ, കൊടുക്കൂല. ആ നമ്പറിന് വേണ്ടി നമ്മൾ കൈ വെച്ച നമ്പർ നമുക്ക് വണ്ടിയാണ്, അതിന്റെ വണ്ടിയാണ്. ഞാൻ റൗണ്ട് ഓടിക്കാൻ ചോദിച്ചാൽ തന്നെ മൂപ്പര് തരില്ല. അത് അതുപോലത്തെ കുട്ടികളെ കൊണ്ടിരിക്കുന്ന പോലെ വണ്ടിയാണ്. കുഴപ്പമൊന്നുമില്ല, അവൻ അങ്ങോട്ട് പൊളിച്ചാണ്ട് പോകുമ്പോൾ ഞാൻ അങ്ങനെ പൊളിക്കണ. അയ്യോ, അടി പോയി. ഈ വണ്ടിന്റെ അറിയാം, അങ്ങോട്ട് കാണുമ്പോൾ എല്ലാവർക്കും ഇതിന്റെ ആ സൈലൻസർ കാണുമ്പോൾ തന്നെ ചേമ്പർ ഉണ്ടോ? പവർ ചേമ്പർ ഉണ്ടോ? കൊടുക്കും എല്ലാവരും കൊടുക്കും. അപ്പൊ കൊടുത്തും ആടിനെ പറ്റി പറഞ്ഞ പോലെ നീച്ചങ്ങോട്ട് നിൽക്കും. ഓക്കെ, നമുക്ക് എത്രയാണ് ചോദിക്കുന്നത്? ഇത് ഏകദേശം നമുക്കൊരു 78 രൂപ റേഞ്ചിൽ കൊടുക്കാൻ പറ്റും. ഓക്കെ, 78 രൂപ. ഉണ്ട്, ഫ്രണ്ട് ഹൈറ്റ് ചെയ്യുന്നു, KL13B, നല്ല വർക്കിംഗ് ഉള്ള. എണ്ണ കൊണ്ടുവരും കണ്ടോ, ഒപ്പളാ പോയി എണ്ണ കൊണ്ടുവരാൻ പോണേ, ബാക്കിൽ കന്നാസായിട്ട്. ഓക്കെ, ഇതിപ്പോ നമ്മൾ പറഞ്ഞോ റേറ്റ് 78 രൂപ, 78,000. ഓക്കെ, അതുപോലെ തന്നെ ബ്ലൂ ഭയങ്കര ബ്ലൂ ആയി. ബ്ലൂ ആണ്, നല്ല ബ്ലൂ ആണ്, കാണാൻ നല്ല ചേലുണ്ട്. പൾസറിന്റെ ഫ്രണ്ട് മടക്കാട് നമുക്ക് RX Z ആണ്. ഫ്രണ്ട് ഡിസ്ക് ബ്രേക്ക് ഉണ്ട്. ഓക്കെ, RPM മീറ്റർ കാര്യങ്ങളൊക്കെ വർക്കിംഗ് ആണ്. മീറ്റർ ആണ്, ഡിസ്ക് ഉണ്ട്, റിംഗിന്റെ കവർ ഉണ്ട്, 5 സ്പീഡ് ഗിയർ ബോക്സ് ചെയ്താണ്. ഡിസ്ക് ബ്രേക്ക് കാര്യങ്ങളെല്ലാം ഉണ്ട്. ഓ,
സൗണ്ട് കാര്യങ്ങളൊന്നും ചെയ്തില്ല, പക്ക സൈലന്റ് എഞ്ചിനാണ്. നമുക്കിത് 5 സ്പീഡ് ഗിയർ ബോക്സ് അടക്കം ചെയ്ത വണ്ടിയാണ്. വണ്ടിക്ക് ഈ 2 സ്ട്രോക്ക് വണ്ടികൾക്ക് കൂടുതൽ പുക വരാൻ കാരണം ഓയിൽ കൂടിയിട്ടല്ലേ? ഓയിൽ കൂടിയിട്ട്. അപ്പോൾ എന്തായാലും നമ്മൾ ഓയിൽ കൂടുതൽ അടിക്കും. ഇപ്പോൾ ഈ വണ്ടിയൊക്കെ ഞാൻ ഓയിൽ പമ്പ് ഇതിന്റെ വർക്കിംഗ് ആണ്, പെട്രോളിൽ ഓയിൽ മിക്സ് ചെയ്യും. നമ്മൾ ഓയിൽ കൂടുതൽ അയച്ചാൽ നമുക്ക് സേഫ് ആണ്. ഇല്ല, പോയാൽ പ്ലഗ് അടിച്ചു മാത്രമേ ഉള്ളൂ, വലിയ ബാധ്യത ഒന്നും വരുന്നില്ല. പിന്നെ എന്താ കുറഞ്ഞ ടെസ്റ്റ് റൈഡിന് വരുന്ന ആൾക്കാർ ഓരോ മൈൻഡ് സെറ്റ് ആണ്. ഓയിൽ എപ്പോഴും നമ്മൾ കൂട്ടി ഒഴിക്കല്. ചില ആളുകൾ ടെസ്റ്റ് ഡ്രൈവ് ചെയ്യാൻ മാത്രം വരും, അവരുടെ ആഗ്രഹമല്ലേ ചെയ്ത് കൊടുക്കുക, അത്രേ ഉള്ളൂ. എത്രയോ ആൾക്കാർ എന്നാലും ശ്രദ്ധിക്കണം കേട്ടോ, നമ്മൾ ടെസ്റ്റ് ഡ്രൈവിലൊക്കെ അങ്ങോട്ട് വരുന്ന പോലെ ശ്രദ്ധിക്കണം. ഇവിടെ റോഡിലൂടെ പോകുമ്പോൾ ശ്രദ്ധിക്കണം. അങ്ങനത്തെ റോഡാണ്, നല്ല റഷുള്ള റോഡ്. അത് നമ്മൾ ലൊക്കേഷൻ പറയാൻ മറന്നിട്ടുണ്ട്. ഇത് കണ്ടോ, സനന്റെ അതുപോലെ തന്നെ നമ്മളെ ഇതിഹാസ്, അങ്ങനെ ഓരോ ബസ്സുകൾ, മഞ്ചേരി പാലക്കാട് ബസ്, അതുപോലെ മഞ്ചേരി കോഴിക്കോട് ബസ് അല്ലേ, ഇതെല്ലാം നിലമ്പൂർ ബസ് പോകുന്ന ഏരിയയാണ്. അതായത് രാമനാട്ടുകരക്ക് എത്തുന്നതിന് മുന്നേ നമ്മളെ മലപ്പുറം ജില്ല വിട്ടുകൊടുക്കില്ല കേട്ടോ. കാരണം എന്താ വെച്ചാൽ ഞാൻ മലപ്പുറം ജില്ലയിലാണ്. മലപ്പുറം ഇത് കോഴിക്കോട് വരാനല്ലേ ഇടയ്ക്ക് മുജിക്ക്. മലപ്പുറം ബോർഡറിലാണ്. കോഴിക്കോട് നമുക്ക് ഇവിടുന്ന് 15-16 കിലോമീറ്റർ മലപ്പുറം കുറച്ച് ദൂരമുണ്ട്. പക്ഷേ മലപ്പുറം ഡിസ്ട്രിക്റ്റിലാണ് ഇതുള്ളത്. സംഭവം മലപ്പുറം, കോഴിക്കോട്, പാലക്കാട്, ഊട്ടി അങ്ങോട്ട് എല്ലാവർക്കും പോണ മെയിൻ റോഡാണിത്. അതുകൊണ്ടാണ് നമ്മൾ ഇവിടെ തുടങ്ങിയത്. അതുകൊണ്ട് അവിടെ തന്നെ തുടങ്ങിയത് നമ്മൾ. ഓക്കെ, അപ്പോൾ ഐക്കരപ്പടി എന്ന് പറഞ്ഞ സ്ഥലത്താണ്. നിങ്ങൾക്ക് വരാം. ലൊക്കേഷൻ ഗൂഗിൾ മാപ്പ് ലൊക്കേഷനൊക്കെ താഴെ കൊടുക്കാം. ഓക്കെ, അതുപോലെ തന്നെ നമുക്ക് പെട്ടെന്ന് തീർക്കണം കേട്ടോ, നമുക്ക് ഒരുപാട് ടൈം ഇല്ല, പള്ളി പോണ്ടേ. 5 സ്പീഡാണ്. ഓക്കെ, ഇത് 170 റേഞ്ച് വരുന്നതാണ്. 5 സ്പീഡാണ്. നല്ല വർക്കിംഗ് ആണ്. ജസ്റ്റ് സൗണ്ട് സ്റ്റോക്ക് കേട്ടോ, സ്റ്റോക്ക് കാറ്റ് സൈലൻസർ ആണോ, സൗണ്ട് കുറവാണ്. പക്കാ സൈലന്റ് എഞ്ചിൻ, നല്ല സ്പീഡ് വേണം. സൈലന്റ് ആഗ്രഹിക്കുന്നവർക്ക് ഇല്ലേ, പക്കാ വണ്ടിയും സൈലന്റ്, എഞ്ചിനും സൈലന്റ്, ഒരു വർക്കിംഗ് ഒക്കെ നല്ല വർക്കിംഗ്, അത്യാവശ്യം നല്ല പവറിലാണ്. ഇപ്പൊ ഞാൻ പവർ കാണിക്കുന്നില്ല, ടൈമില്ല. നമ്മളടുത്ത് എത്രത്തോളം എത്രത്തോളം ഏജിലുള്ള ആളുകൾ വന്നിട്ടുണ്ട്. നമ്മൾ സുഹൃത്തുക്കളാണ്. വെരി മുജിക്ക വണ്ടി നമ്മൾ വീഡിയോ എടുക്കുന്നതിന്റെ ഇടയിൽ ഇവിടെ വന്ന് നോക്കുന്നുണ്ട്. ആയി പറയൂ. സുഖം. എന്താ പേര്? എവിടെ സ്ഥലം? മക്കരപ്പറമ്പ്. വാ വണ്ടി സൈഡാക്കി, അല്ലെങ്കിൽ പോലീസ് വണ്ടി സൈഡാക്കി. പേരെന്താ? സുഫിയാനും കണ്ടപ്പോ നിർത്തിയാലേ? നിങ്ങൾ നമ്മളെ വീഡിയോ സ്ഥിരമായിട്ട് കാണല്ലോ. എങ്ങനെ ഫുൾ കാണല്ലോ, പവറല്ലേ? ഓക്കെ, എന്നാ നിങ്ങൾ എവിടെക്കാ പോണേ? കോഴിക്കോട്. അതാണ് മൈൻഡ് സെറ്റ്. അതായത് നിങ്ങൾ പോകുന്നതിന്റെ ഇടയിൽ കയറി നോക്കാം അല്ലേ. അപ്പൊ അവിടെ ഒരു ജസ്റ്റ് അത്യാവശ്യം പ്രായമുള്ള ആളുകളും ഒക്കെ എല്ലാവരും വണ്ടി സൈഡാക്കിയിട്ട് നോക്കും, ഒന്ന് നോക്കൂ. അതാണ് ആയിക്കോട്ടെ, നിങ്ങൾ കയറി ബാക്കിലൂടെ ഇങ്ങനെ പോയിക്കോളി കേട്ടോ. ചെക്ക് ചെയ്തോളി, സെറ്റാക്കി നിങ്ങളെ വീഡിയോയിലുണ്ടാവും കേട്ടോ. ഇന്ന് പവറാവും നമ്മുടെ. ഓക്കെ കേട്ടോ, എല്ലാവരും വണ്ടി ആഗ്രഹിക്കുന്ന ആളുകൾ, എല്ലാവരും വണ്ടി ഇഷ്ടപ്പെടുന്ന ആളുകളാണ്. ഓക്കെ, അപ്പോൾ നമ്മളെ പെട്ടെന്ന് വണ്ടി സൈഡാക്കിയപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി. ഇതേപോലെ കഴിഞ്ഞ ദിവസം ഒരു ഓട്ടോറിക്ഷ ഡ്രൈവർ അല്ലേ, അങ്ങനെ നമ്മൾ വീഡിയോ എടുക്കുന്നതിന് ഒരു ഓട്ടോറിക്ഷ ഡ്രൈവർ വന്നോ, ഭയങ്കര ഇടയ്ക്ക് ഇവിടെ ഉണ്ടാവുള്ളൂ, കാണുമ്പോ പിന്നെ കുറച്ച് ആള് കൂടും. അതായത് നമ്മള് ഓട്ടോറിക്ഷ ഫീൽഡിലായിരുന്നു ഞാൻ ഉണ്ടായിരുന്നത്. അതിൽ നിന്ന് മാറി പിന്നെ പല പണിക്കും പോയിട്ടുണ്ട്, നാടൻ പണിക്കും ഒന്നും. എല്ലാം വള്ളി പുള്ളി എല്ലാ ജോലികളും നമ്മൾ ചെയ്ത് നോക്കിയിട്ടുണ്ട്. ലാസ്റ്റാണ് ഈ ഒരു പ്ലാറ്റ്ഫോമിലേക്ക് എത്തിയത്. സൗദിയിൽ പോയിട്ടുണ്ട് 2 വർഷം. അതുകൊണ്ട് സംസാരിക്കാനുള്ള കഴിവ് പണ്ട് ഞാൻ സൗദിയിൽ ഒറ്റക്കായില്ലേ. സൗദിയിൽ ഞാൻ ഒറ്റക്കായപ്പോ റൂമില് ഞാൻ അടഞ്ഞു മൂടി നിൽക്കുകയാണ്. ഞാൻ ചിന്തിച്ചു തുടങ്ങി, നമ്മൾ ഒറ്റക്കാവുമ്പോൾ ഞാനൊരു ടിപ്സ് കൂടി പറഞ്ഞുതരാം. നമ്മൾ ഒറ്റക്കാവുമ്പോൾ ചിന്തിക്കുന്ന അത്ര നമ്മൾ ഒരു കൂട്ടം കൂടി ഇരുന്നാൽ ചിന്തിക്കാൻ കഴിയും. ഒറ്റയ്ക്ക് യാത്ര ചെയ്യുമ്പോൾ അങ്ങനെ തന്നെ, ഒറ്റക്ക് സോളോ റൈഡ്, ഒറ്റക്ക് ട്രിപ്പ്, നമ്മൾ ഉണ്ടല്ലോ തേപ്പ കിട്ടിയ ഒറ്റക്ക് പോകണം. ഒറ്റയ്ക്ക് പോയാൽ എന്താ പറയുക, എല്ലാ ബുദ്ധിമുട്ടും നമ്മൾ തന്നെ സോൾവ് ചെയ്യണം. അപ്പോൾ നമുക്ക് കുറച്ചും കൂടി കോൺഫിഡൻസ് കിട്ടും, നമുക്ക് ഇത് ചെയ്യാൻ സാധിക്കും. ഒറ്റക്ക് അങ്ങനെ നടക്കാന്നല്ല, ഒറ്റക്കും നമ്മൾ യാത്ര ചെയ്യണം. ഒറ്റക്കും നമ്മൾ ഒരു പാറപ്പുറത്തൊക്കെ പോയിട്ട് മൗണ്ടൈൻ്റെ മുകളിൽ പോയി ഇരിക്കണം, ചിന്തിക്കണം, അല്ലെങ്കിൽ റൈഡ് ചെയ്യണം. അങ്ങനെ പല കാര്യങ്ങളും നമ്മൾ ഒറ്റക്ക് ചെയ്ത് നോക്കണം. അങ്ങനെ ഞാൻ മനഃപൂർവ്വം ചെയ്തല്ല, ഞാനവിടെ ലോക്കായതാണ് സൗദി അറേബ്യയിൽ. പക്ഷേ 2 വർഷം എഗ്രിമെന്റ് ഉള്ളതുകൊണ്ട് ആ 2 വർഷം അവിടെ നിൽക്കൽ കാര്യമായി. പക്ഷെ ആ 2 വർഷത്തിനുള്ളിൽ ഞാൻ ആലോചിക്കാനുള്ളതും ഞാൻ ഇനി ഭാവിയിലേക്ക് ചെയ്യണം എന്നുള്ളതും എല്ലാം ഞാൻ ചിന്തിച്ച് നാട്ടിലേക്ക് വന്നിട്ടാണ് ഇങ്ങനെ ഒരു പരിപാടി തുടങ്ങിയത്. ഇപ്പോൾ ഏകദേശം 3 ലക്ഷത്തിന് മേലെ സബ്സ്ക്രൈബേഴ്സായി. നിങ്ങളെ സപ്പോർട്ട് കൊണ്ടാണ് 1 മില്യൻ്റെ അടുത്ത് ഏകദേശം ഫോളോവേഴ്സായി. ഇൻസ്റ്റാഗ്രാമിൽ ഫേസ്ബുക്കിലും അത്യാവശ്യം നല്ല റീച്ചായി. നമുക്ക് അത് നല്ലൊരു കാര്യമായി. നിങ്ങളെ പോലത്തെ ഒരുപാട് ആളുകൾ സപ്പോർട്ട് കൊടുക്കുന്നുണ്ട്. ഗീവ് അവേ ഞാൻ കാണുന്ന ഏറ്റവും കൂടുതൽ ഗീവ് അവേ കൊടുക്കണം. അത്യാവശ്യം ഗീവ് അവേ കൊടുക്കാൻ കഴിയുന്നത് നമുക്ക് ഭാഗ്യമാണ്. ഞാനൊക്കെ വാങ്ങാൻ ആഗ്രഹിക്കുന്ന, ഞാൻ സൗദി 2 വർഷം ജോലി ചെയ്തിട്ടുണ്ട്. ഫസ്റ്റത്തെ ഡ്രീമാണ് ഐഫോൺ എന്നുള്ളത്. 2 വർഷം ജോലി ചെയ്തിട്ട് സൗദിയിൽ നിന്ന് എനിക്ക് ഐഫോൺ വാങ്ങാൻ കഴിഞ്ഞിട്ടില്ല. നാട്ടിൽ വന്നിട്ട് ഞാൻ പണിയെടുത്തിട്ടാണ് ഐഫോൺ വാങ്ങിയത്. അതായത് മണൽ ധരിക്കാൻ പോകും, അതേപോലെ വണ്ടി ഓടിക്കാൻ പോകും, ടാക്സി വണ്ടി പോകും, കല്ല് കയറ്റണ മെഷീൻ വെച്ചിട്ട് ഫസ്റ്റ് ആയിട്ട് നമ്മൾ ഈ കേരളത്തിന്റെ ഏരിയയിൽ, അതായത് എൻ്റെ നാട്ടിലൊക്കെ ഫസ്റ്റ് ആയിട്ട് മെഷീൻ വെച്ചിട്ട് വെറൈറ്റി ആയിട്ട് കല്ല് കയറ്റുന്നത് ഞാനായിരുന്നു. അന്ന് ഞാൻ ടോപ്പാക്കി വരില്ല, അന്ന് ആ മെഷീനുകളൊന്നും ഇല്ല. ഇപ്പം എല്ലായിടത്തും മങ്കി ക്രെയിൻ എന്ന് പറയും. ആ ക്രെയിൻ വെച്ചിട്ട് നമ്മൾ അതെ സ്റ്റോൺ കട്ട് സ്റ്റോൺ അങ്ങനല്ല. ഇവിടെ നാട്ടിൽ നിന്ന് ഒരു മലയാളിൻ്റെ അടുത്ത് രാജസ്ഥാൻ വന്നപ്പം അവനോട്
എന്താ പണിന്ന് വെച്ചപ്പം ഓൻ ഇന്ത്യക്കാരോട് പറഞ്ഞാണ് സ്റ്റോൺ ഫാബ്രിക്കേഷൻ. ഞാൻ ചോദിച്ചാൽ എന്താ കൽപ്പണിയാണ്, അങ്ങനെ പറയാൻ പറ്റില്ലല്ലോ എന്ന്. സ്റ്റോൺ കട്ടർ, ഗ്രാസ് കട്ടർ, അങ്ങനെ പലത് പുല്ല് വെട്ടുന്ന ഗ്രാസ് കട്ടർ, അത് വെറൈറ്റി അല്ലേ? നമ്മുടെ നാട്ടിൽ ഏത് പണിക്ക് പോയാലും അതിനായിട്ട് അന്തസ്സുണ്ട്. പക്ഷെ അത് നോർത്ത് ഇന്ത്യ പോയാലില്ല. നമ്മുടെ നാട്ടിൽ ഏത് പണിയെടുത്താലും അതിനൊരു വില ഉണ്ട്, കാണുമല്ലോ. എല്ലാവരും നമുക്ക് എവിടെയും പോയിരിക്കും, എവിടെയും ചെയ്യാം. പക്ഷെ നോർത്ത് ഇന്ത്യയിൽ അത് കുറവാണ്. പക്ഷെ മലയാളീസ് ആ കാര്യത്തിലൊക്കെ കഥകളൊക്കെ ഒരുപാട് പറയുന്നത് അത് ചിലപ്പോൾ നിങ്ങൾക്ക് ഒരു ടിപ്സ് ആവും, ചിലപ്പോൾ നിങ്ങൾക്കത് കുറച്ച് ഇറിറ്റേറ്റഡ് ആവുന്നുണ്ടോ. പല രീതിയിലുള്ള ആളുകളാണ് സോഷ്യൽ മീഡിയയിലുള്ളത്. എങ്ങനെയാണെന്ന് വെച്ചാൽ നിങ്ങൾ കണ്ടോളി, ഞങ്ങളത് പറയാനുള്ളത് എല്ലാവരും വണ്ടിയും ഇതൊക്കെ വെക്കും. നമ്മൾ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് അതാണ് ഞങ്ങൾക്കും കുറച്ച് സമയം ഒരു ഫിലിം കാണുന്ന മൂഡില് പല ആളുകൾ കമന്റ് ഇടാറുണ്ട്. എന്റെ ഫാമിലി ഞാനൊക്കെ ഒരു മൂവി കാണുന്ന രീതിയിലാണ് നിങ്ങളെ വീഡിയോ കാണുന്നത്. നോക്കിയോളി, താഴെ ഒന്ന് കമന്റ് ഇടും. എനിക്കറിയാം, അതുകൊണ്ടാണ് ഞാൻ ഇതൊക്കെ പറയുന്നത്. എല്ലാ കാര്യം പറയണം, ജീവിത എക്സ്പീരിയൻസും കൂടി പറയണം. ലൈഫിൽ എക്സ്പീരിയൻസ് ചെയ്ത കാര്യങ്ങൾ വിളിച്ച് പറയുന്നതുകൊണ്ട് നമുക്ക് ബുദ്ധിമുട്ടൊന്നുമില്ല അല്ലേ? അത് രസമല്ലേ? ഓക്കെ, നമുക്ക് നെക്സ്റ്റ് വരുന്ന GJ വണ്ടിയാണ്. GJ വണ്ടി 5 സ്പീഡ് ആണ്, ഒറിജിനൽ 5 സ്പീഡ് ആണ്. ഓക്കെ, സ്റ്റാർട്ടാക്കോ? നല്ല വർക്കിംഗ് ഉള്ള വണ്ടിയാണ്. നല്ല വർക്കിംഗ് ഉള്ള കിക്കർ അടിക്കണമെന്നുണ്ടെങ്കിൽ സീറ്റിൽ കയറി ഇരിക്കേണ്ടി വരും മിക്കവാറും. എണ്ണ ഓണാണോ? എണ്ണ ഓണാക്കി. ഓക്കെ, എണ്ണ ഓണാക്കി. എണ്ണ ഓണാക്കണം, അതാണ് എണ്ണ ഓണാക്കണം. എണ്ണ ഓണാക്കണം. അങ്ങനെ കുറച്ച് മറ്റേ വണ്ടികൾ സ്റ്റാർട്ട് ചെയ്ത് പോകണം. സെൽഫ് അടിച്ച് പോവല്ല, കുറച്ച് എയിമും കുറച്ച് എക്സ്പീരിയൻസും കാര്യങ്ങളും വേണം. എണ്ണ അല്ലെങ്കിൽ അതും പ്രശ്നമല്ല. അടിക്കരുത്. ഓക്കെ, അടിക്കരുത്. അടിച്ചിട്ട് സ്റ്റാർട്ട് നമുക്ക് ഏറ്റവും കൂടുതൽ ഇവിടെ ചിലവുള്ള എണ്ണയാണ് ടെസ്റ്റ് ആയിട്ട് പറഞ്ഞത്. അപ്പം എണ്ണ തീർന്നില്ലല്ലോ, ഓടിച്ചാലേ വണ്ടി എടുക്കുള്ളൂ അല്ലേ? കുറെ ആൾക്കാർ വന്നിട്ട് കുറേ ടെസ്റ്റ് റൈഡ് ഓടിച്ചിട്ട് 8 വണ്ടി 10 വണ്ടി ഓടിച്ചിട്ട് അപ്പോൾ ചിലപ്പോൾ പയ്യന്മാരോ ഓൾക്ക് പ്രശ്നം ഉണ്ടാവില്ല. പക്ഷേ ഓലെ ഫാദറൊക്കെ ഉണ്ടാവും കൂടുതൽ വരുന്നത്. പോലും എന്തെങ്കിലും ബിസിനസ്സൊക്കെ ചെയ്യുന്ന ആൾക്കാരാണ്. അപ്പോൾ ഓൾക്ക് സങ്കടം ഉണ്ടാവും, ഇത്രയും വണ്ടി ഓടിച്ചെടുക്കാതെ പോകും. അപ്പോൾ വന്ന് നമ്മളോട് സെപ്പറേറ്റ് ആയി ചോദിക്കും, എണ്ണ പൈസ എന്തെങ്കിലും തരണം. അത്ര നമ്മൾ ഉദ്ദേശിച്ചില്ല. നമ്മളൊന്ന് വിഷയമാക്കുക, നമ്മളെ പണി അല്ല, നമുക്ക് പ്രശ്നമില്ല. നമ്മളെ പണിന്റെ ഭാഗമാണ് അത്, നമ്മളൊരു എക്സ്പെൻസ് ആയിട്ട് വരുന്നതാണ്. ആളുകൾ നോക്കുന്നത് ഇതൊക്കെ ഒരു വികാരമായിട്ട് ഇതുണ്ട്. അല്ലെങ്കിൽ ഒരു മകനായിട്ട് കാണുന്ന ആളുകളാണ് ഈ വണ്ടി എന്നൊക്കെ പറഞ്ഞാൽ. വണ്ടിയാണോ? ഓക്കെ, മുള്ളിലെ ടയർ ജസ്റ്റ് കാണും. മുള്ളുള്ള ടയർ കാണിച്ചു കൊടുക്കാം. അങ്ങനെ ടയർ ആണെങ്കിലും വണ്ടിന്റെ സൈസ് വരെ നല്ല ബ്ലാക്ക് ആണ്, ഫുൾ സെറ്റാണ്. ഓ, സ്റ്റോക്ക് കണ്ടീഷൻ അല്ലേ? സ്റ്റോക്ക് കണ്ടീഷനിൽ പണിതാണ്. ഓക്കെ, എന്താണ് അതിന്റെ നല്ല നീറ്റ് വണ്ടി കേട്ടോ. സൗണ്ട് കാര്യങ്ങളൊന്നും നമ്മൾ ചെയ്തിട്ടില്ല. സൗണ്ട് സാധാരണ വണ്ടിന്റെ രീതിയിൽ ചെയ്താണ് കേട്ടോ. ആ 5 സ്പീഡിൽ എണ്ണ ഇല്ല കേട്ടോ. അതിലെണ്ണല്ല, 5 സ്പീഡിൽ എണ്ണല്ല. എവിടെയാ മച്ചാ? 30 എണ്ണ കൊടുത്തേ. അതിന്റെ പേര് പറഞ്ഞാ ജുനൈദാണ്. വേണ്ടല്ലേ? എന്നാ ഇവൻ എന്തായാലും ഉൾപ്പെടുത്താം. അതായത് നമ്മുടെ സ്റ്റാഫാണ് ജുനൈദ്. പെട്രോളും കൊണ്ടുവന്നിട്ടുണ്ട്. അതായത് ഞാൻ രാവിലെ വന്ന് പറഞ്ഞിട്ടുണ്ട് ഇവനോട്, രാവിലെ എല്ലാ വണ്ടിയിലും കുറച്ച് പെട്രോൾ കാക്കിച്ചാണ് നമ്മൾ കാട്ടാക്കുന്ന നേരത്തെ. പിന്നെ എണ്ണ ലാങ്കിൽ നമ്മൾ വീഡിയോയിൽ ഒരു മജ ഉണ്ടാവില്ല. അപ്പോൾ ഏതായാലും എണ്ണ കൊടുത്തിട്ടുണ്ടെങ്കിൽ ബാക്കിയുള്ള വണ്ടിക്ക് പോരട്ടോ. ഓക്കെ അല്ലേ? സെറ്റ് അല്ലേ? ഈ വണ്ടി ഇവിടെ ഒക്കെ അല്ലേ? റോഡ് സൈഡ് വെച്ച് കഴിഞ്ഞാലേ വണ്ടി മഞ്ചേരി ബസ്സുകാർ കൊണ്ടുപോകും. മഞ്ചേരി ബസ് കൊണ്ടുപോകും. മഞ്ചേരി ബസ്സാർ അതിന് പറയോ? അത് പ്രശ്നമൊന്നുമില്ല. ഈ വണ്ടി നമ്മൾ പറഞ്ഞോ? ഈ വണ്ടി പറഞ്ഞില്ല, ജസ്റ്റ് പറഞ്ഞോളി. ഇത് നമുക്ക് സ്റ്റാർട്ട് ഓഫ് ചെയ്യാം. ഓടിച്ച് വണ്ടി കഴിഞ്ഞില്ല. അത്യാവശ്യം നല്ല വണ്ടിയാണ്. ഓക്കെ, BN രജിസ്റ്റർ ചെയ്ത വണ്ടിയാണ്. 95 രൂപ പ്ലസ് റേഞ്ചിൽ വരുന്നതാണ്. ടാങ്ക് സൈഡ് മാറിയാണ്, മടക്കാട് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ മാറിയാണ്. നമ്മൾ പിൻ ടു പിൻ പറഞ്ഞ വണ്ടി എന്ന് പറഞ്ഞാൽ ഫുള്ളി റീസ്റ്റോർഡ് ആണ്. 0 കിലോമീറ്റർ ആണ്. അതായത് മീറ്റർ കാര്യങ്ങളെല്ലാം മാറിയതാണ്. പിൻ ടു പിൻ തന്നെയാണ്. എല്ലാം പിൻ ടു പിൻ ചെയ്താണ്. 1.20 റേഞ്ച് വരുന്ന കേട്ടോ. 1.20 അല്ലേ? ഹൈറ്റ് വേണമെങ്കിൽ ചെയ്താൽ മതി. ഹൈറ്റ് ചെയ്തല്ലേ? ഓക്കെ, അതുപോലെ തന്നെ ബ്ലൂ കളർ ഇത് നമുക്ക് അഡ്വാൻസ് ആയതാണ്. ഫാൻസി നമ്പറുള്ള വണ്ടിയാണ്. ഫാൻസി നമ്പറുള്ള വണ്ടിയൊക്കെ ഓല ഇവിടെ കാണുന്നുണ്ട്. ഓല കൊടുത്താലോ? ഓക്കെ, അതുപോലെ തന്നെ നമുക്ക് ഇതാ SD ഇവിടെ. SD ഇപ്പൊ പണി കഴിക്കാനുള്ളതാണ്. ഇതൊക്കെ പിൻ ടു പിൻ റീസ്റ്റോർ ചെയ്ത് കഴിഞ്ഞാൽ ഇത് പഴയ രാജാക്കന്മാരുണ്ടല്ലോ, അതായത് ഈ ആദ്യ കാലത്തൊക്കെ വണ്ടി ഉപയോഗിച്ചിട്ട് കുറച്ച് പൈസ പോലെ ഇങ്ങനത്തെ വണ്ടി കൊടുക്കുള്ളൂ. അത്രയും ബഡ്ജറ്റ് അല്ലെങ്കിൽ സൈക്കിളിനെ വാങ്ങാൻ പറ്റൂല. നമുക്കറിയാലോ, അന്ന് പൈസ ഇല്ലാത്ത ആൾക്കാർ വണ്ടി എന്തായാലും വാങ്ങൂല. സൈക്കിളാണ് അന്നത്തെ. നമ്മളൊക്കെ മറ്റുള്ള സൈക്കിളിന്റെ ബാക്കിൽ ഞാൻ പലപ്പോഴും പറയണം, എന്നാലും എനിക്ക് ഇടക്കിടക്ക് പറയും. കാരണം ഉള്ളിൽ നിന്ന് ഇങ്ങനെ വരും. കാരണം വെച്ചാല് പല ആളുകളെയും പൈസക്കാരായിട്ടുള്ള മക്കളുടെ ബാക്കിൽ സൈക്കിളിൽ കയറിയിട്ട് ഓലെ വണ്ടി കൈ എടുത്തിട്ട് ഓലെ വണ്ടി അല്ലെങ്കിൽ റൗണ്ട് അടിക്കണമെന്നുണ്ടെങ്കിൽ ഓലെ വണ്ടി കൈ കൊടുക്കണം, ഓലെ സോപ്പിടണവർക്ക് വെള്ളം വാങ്ങി കൊടുക്കണം. അങ്ങനെയൊക്കെ ചെയ്ത ആളുകളാണ് നമ്മൾ. അപ്പോൾ ആ ഫീലിംഗ് നമുക്ക് ഉള്ളിൽ ഇപ്പോഴും ഉള്ളിലുണ്ട്, ഉള്ളിൻ്റെ കൽബിൻ്റെ ഉള്ളിലുണ്ട്. അതുകൊണ്ടാണ് നമുക്ക് ഗീവ് അവേ മറ്റുള്ള ഓഫറുകളൊക്കെ നമുക്ക് ഇപ്പോൾ ഇവിടെ വന്നപ്പോൾ തന്നെ മുജിക്കാരോട് ഫസ്റ്റ് വരുന്നത് നമ്മളെ വീഡിയോ കണ്ടു വരുന്ന ആളുകൾക്ക് മാക്സിമം വില കുറച്ച് കൊടുക്കണം എന്നാണ്. കാര്യം എന്താ വെച്ചാൽ നമ്മളെ വീഡിയോ കാണുന്നത് കൊണ്ട് ബസ്സിൽ നിന്നൊക്കെ ആൾക്കാർ ഹായ്
നമ്മൾ വീഡിയോ കാണുന്നത് കൊണ്ട് നമുക്ക് ഒരു നമ്മുടെ പ്രേക്ഷകർക്ക് ഒരു കാര്യം സപ്പോർട്ട് വണ്ടി നമ്മൾ ഈ നമ്പറിന് വേണ്ടി വാങ്ങിയാണ് KEK 355 55 RX-ന്റെ 3 ഡിജിറ്റ് ആണ് ഇത് 3 ഡിജിറ്റ് ആണ് ഇത് നമ്പർ പ്ലേറ്റ് ഫാൻസി ആക്കി അടിക്കണമെങ്കിൽ നമുക്ക് അടിക്കാം ഒരു രാഗമേഘം എങ്ങനെയാണെന്ന് വെച്ചറിയില്ല പാട്ടും കാര്യം എന്നാലും അങ്ങനത്തെ വിന്റേജ് പാട്ടുകൾ പഴയ ഓൾഡ് പാട്ട് കേട്ടിട്ട് നല്ല റീലൊക്കെ ചെയ്യാൻ നല്ല അടിപൊളിയാവും എന്തായാലും SD നമുക്ക് റേറ്റ് പറഞ്ഞോ ഇത് പണി എടുക്കാനുള്ള വണ്ടിയാണ് പണി എടുത്തിട്ട് റേറ്റ് പറയാം ഇപ്പം ബഡ്ജറ്റ് 1 ലാഖിന് അത്യാവശ്യം എടുത്താണ് പണി എടുത്തിട്ട് കൊടുക്കാം ഇത് നമ്മളെ പേഴ്സണൽ വണ്ടിയാണ് ഓക്കെ നമുക്ക് നെക്സ്റ്റ് വരുന്നത് നമുക്ക് ഇങ്ങനെ പാഞ്ഞു പോയല്ലോ കാരണം RX 135 ഒരുപാട് നിലവിലുണ്ട് കളർഫുൾ ആയിട്ടുണ്ട് നമ്മൾ ഷോർട്ടിൽ ഇങ്ങനെ പറയാം ഷോർട്ടിൽ പറയാം ഏകദേശം 87 രൂപ റേഞ്ച് വരുന്നതാണ് 87 രൂപ റേഞ്ചിൽ വരുന്നതാണ് ഇത് 90 രൂപ ഇത് കേരള വണ്ടിയാണ് 90 രൂപ റേഞ്ച് വരുന്നത് भाई ये लगभग 87-88,000 है ये 90,000 മലയാളികൾ എന്ന് പറഞ്ഞാൽ ഇന്ത്യ അറിയണ അധികം ആൾക്കാരും ഇന്ത്യക്കാരന്മാരി അല്ല ഇന്ത്യക്കാർക്ക് എല്ലാവർക്കും മലയാളികൾക്ക് അധികം ഹിന്ദിയും മറ്റുള്ള ലാംഗ്വേജ് ഒക്കെ ഇന്ത്യ മാതിരി അല്ല കേട്ടോ ഞാൻ എനിക്ക് അത്ര എയിമില്ല മുജിക്കോ പഠിപ്പിച്ചു കൊണ്ടിരുന്നുള്ളൂ എന്തായാലും ശരിയാക്കും നമ്മള് ഇത് ഏകദേശം ഇതൊക്കെ ഇവിടുന്നുള്ള വണ്ടികളൊക്കെ ഏകദേശം നമുക്ക് 90-95 റേഞ്ചിലുള്ള വണ്ടികളാണ് 90-95 റേഞ്ചിലുള്ള വണ്ടിയാണ് ഇതിലിപ്പോ നമുക്ക് 5 കൊല്ലം അത് പുതിയ പേപ്പർ എടുത്ത വണ്ടി ഉണ്ട് അങ്ങനത്തെ കുറെ വണ്ടികളുണ്ട് ഇത് 85 രൂപേന്റെ ചോട നമുക്ക് ചെയ്ത് കൊടുക്കാൻ പറ്റിയാണ് 135 100 ആണ് 27 പേപ്പർ ഉണ്ട് നമുക്ക് 50 രൂപ റേഞ്ച് വരുന്നതാണ് ഇതൊക്കെ 85 രൂപ റേഞ്ച് വരുന്നതാണ് നമുക്ക് ഇതിന്റെ ഇടയിൽ കൂടെ എനിക്ക് വരാൻ വണ്ടി ഇതൊരു 35 രൂപ റേഞ്ച് കൊടുക്കാം 2 സ്റ്റഡ് ടയർ ഉണ്ട് വണ്ടി വാഷ് ചെയ്തില്ല എഞ്ചിൻ ഒക്കെ സ്റ്റഡ് ടയർ ഓഫ് റോഡ് വണ്ടി എന്നൊക്കെ വെച്ചാൽ ഭയങ്കര സ്റ്റാർട്ട് ഞാനിപ്പോ ഇങ്ങോട്ട് പറഞ്ഞു കുറെ സൈഡ് ഇമ്പൾസ് സെറ്റ് ആക്കിയാ മുജീക്ക വണ്ടി ഒന്ന് തന്നേ പക്ഷേ എനിക്ക് ഇനിയും ഒന്നുകൂടി മോഡിഫിക്കേഷൻ ചെയ്ത വണ്ടി വേണം ഒന്നുകൂടി പവറിന് യാതൊരു കോംപ്രമൈസും പറ്റൂല കാരണം എന്താ വെച്ചാൽ ഞാൻ പറന്നു പോകാൻ ആഗ്രഹിക്കുന്ന ആളാണ് നമ്മൾ കഴിഞ്ഞ ട്രിപ്പ് പോയതാണ് 2 ഫ്രണ്ട്സും കൂടി ഉണ്ട് ടീമിന്റെ പേരാണ് സ്ക്വാഡ് നമ്മള് 4-5 പോയതാണ് ആ പോയപ്പം പിന്നെ എനിക്ക് ഇമ്പൾസ് വേണം അതായത് മുജീഖാന്റെ അടുത്ത് ഒരു ഇമ്പൾസ് എടുത്ത് ഞാനൊരു റൈഡ് പോയതാ അതിന് ശേഷം ഇമ്പൾസിനോട് എന്തോ ഒരു മസ്തായി ഒരു ഇമ്പൾസ് തൽക്കാലം എടുത്തിട്ടുണ്ട് ഫസ്റ്റ് ആയിട്ട് ഒരു വന്ന വണ്ടി എന്തായാലും എടുക്കണം കാരണം ഇമ്പൾസ് റയറാണ് നല്ല വണ്ടി കിട്ടാൻ കുറച്ച് പണിയാണ് പക്ഷെ നല്ല വണ്ടി ആക്കിയിട്ട് ഇനി ഒന്നുകൂടി സെറ്റ് ആക്കി തരാന്ന് പറഞ്ഞിട്ടുണ്ട് എന്തായാലും നല്ലൊരു ഡെലിവറി ചെയ്യണം ഓക്കെ ഈ വണ്ടി നമുക്ക് റേറ്റ് കുറവ് 35 രൂപ റേഞ്ച് വരുന്നതാണ് ഒരു 34 രൂപ ലെവലിൽ കൊടുക്കാം എന്തെങ്കിലും ചെയ്ത് കൊടുക്കാം അത് ടയർ 2 സ്റ്റഡ് ടയർ ഉണ്ട് SDV-യിലാണ് വൈസർ കാര്യങ്ങളുണ്ട് ബാഗുണ്ട് ഇഞ്ചിൻ ഒക്കെയാണ് ഭയങ്കര സംഭവം വണ്ടിയല്ല പക്ഷെ ബഡ്ജറ്റ് കുറഞ്ഞ വണ്ടിയാണ് ഏകദേശം 40 രൂപ റേഞ്ച് വരുന്നതാണ് പൾസറിന്റെ ഡിസ്ക് ഉണ്ട് സുസുക്കി മാക്സ് 100 ആണ് ചേമ്പർ ഉണ്ട് 40 രൂപ റേഞ്ചിൽ അതേപോലെ തന്നെ കുറച്ച് ചളി ഉണ്ട് കാരണം ഈ ഇങ്ങനത്തെ മോഡൽ വണ്ടികൾ എന്ന് പറഞ്ഞാൽ ഇപ്പൊ പണിപ്പിച്ചാലുള്ള വണ്ടിയാകുമ്പോൾ അത് നമുക്ക് ചളി ഉണ്ടെങ്കിലും ഇത് നമുക്ക് ടാങ്ക് ചാടിക്കലൊക്കെ അത്യാവശ്യം വൃത്തിയിലാണ് ക്യാമ്പർ ഉണ്ട് ഡിസ്ക് ഉണ്ട് ഓക്കെ അതുപോലെ തന്നെ നമുക്ക് നെക്സ്റ്റ് വരുന്നത് ഇന്നലെ വന്ന വണ്ടിയാണ് നമ്പർ 2228 നോക്കേണ്ടി വരും ഇത് കുറച്ച് റേറ്റ് ഉണ്ടാവും പക്ഷെ നല്ല വണ്ടിയാണ് 45 രൂപയുടെ ചോട വരുന്ന വണ്ടിയാണ് സാമുറായി ആണ് ഫ്രണ്ട് ഹൈറ്റ് ചെയ്തിന് ഒരു 45 രൂപയുടെ ചോട നമുക്ക് ചെയ്ത് കൊടുക്കാം അതുപോലെ തന്നെ നമുക്ക് ഏകദേശം 40-45 റേഞ്ച് വരുന്നത് സാമുറായി ആണ് ഇതൊക്കെ ഒരു വെറൈറ്റി തന്നെയാണ് ഇതൊക്കെ എന്താണോ എടുത്തിട്ട് കളിപ്പിക്കാൻ അറിയുന്നവർക്ക് ഇതൊക്കെ സെറ്റാണ് അതുപോലെ തന്നെ നമുക്ക് ഇനി RX Z-കളുണ്ട് RX Z ഇപ്പൊ കളക്ഷൻ കുറച്ച് കുറവാ തോന്നുന്നു പണിയിലാണ് വീഡിയോ കഴിയുമ്പോൾ ഇൻഷാല്ലാ വരുന്ന വിചാരിക്കുന്ന പണിയിലാണ് ഇത് നമുക്ക് കൊടുക്കാനുള്ള വണ്ടി 2014 മോഡലാണ് 2014 മോഡൽ 10 രൂപ ഇപ്പം നമ്മൾ എടുത്തു കഴിഞ്ഞിട്ട് മുടക്കിന് 90 രൂപ ഇതിന് റേറ്റ് വരും 90 രൂപ ഫൈനൽ റേറ്റ് വരും അതുകൊണ്ട് നമ്മള് കാർബറേറ്റർ NS ഇട്ടിന് എക്സോസ്റ്റ് ഓപ്പൺ ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് സെൽഫ് അടിച്ചാണ്ട് ഞാൻ എത്ര പവറാട്ടോ അല്ലേ കാണാനും അതുപോലെ തന്നെ പക്കാ വർക്കിംഗ് ആണ് സെൽഫ് മോട്ടർ ബാറ്ററി അങ്ങനെ ഏകദേശം കുറെ സാധനങ്ങളുണ്ട് 10 രൂപ നമ്മൾ ഇതിന്റെ മുകളിൽ ഇപ്പം 14 മോഡലാണ് നല്ല ഷേപ്പുള്ള വണ്ടിയാണ് പിന്നെ ബോഡി പാർട്സ് ഒക്കെ അത്യാവശ്യം വൃത്തിയില്ല ഇത് നോക്കട്ടെ ഓക്കെ ഞാൻ എടുക്കണതിന് മുന്നേ വന്നോളി സൗണ്ട് അതിന് മുമ്പ് വന്നോളി ഇത് നമ്മള് ലക്ഷദ്വീപ് കൊടുത്ത വണ്ടിയാണ് ലക്ഷദ്വീപ് കൊടുത്ത വണ്ടിയാണ് ലക്ഷദ്വീപ് പോകണ്ടില്ലേ പല ആളുകളും പല റോട്ടിൽ കൂടി പോകണ്ട് ലക്ഷദ്വീപ് നമ്മൾ ഡെലിവറി ഉണ്ട് അങ്ങനെ പല സ്ഥലത്തും ഡെലിവറി ഉണ്ട് എങ്ങനെ ലക്ഷദ്വീപ് ഡെലിവറി ഉണ്ട് നിങ്ങൾ ഇവിടുന്ന് നമുക്ക് ബേപ്പൂർന്ന് ചെയ്യലാണ് ഇപ്പൊ കൊച്ചിന്നാണ് ഇപ്പൊ അതുപോലെ മഴക്കാലം വന്നു കഴിഞ്ഞാൽ പിന്നെ ഓൾക്ക് വലിയ കറവ് വയ്യ പോകില്ല അല്ലാത്ത സമയം ഓൾക്ക് ചെറിയ ഇവിടുന്ന് കപ്പൽ പോണേൽ നമുക്ക് ഇവിടുന്ന് ബേപ്പൂർ തന്നെ കയറ്റി വിടാൻ സെലക്ട് ചെയ്തിട്ട് അതിന്റെ മുകളിൽ സ്റ്റഡ് ടയർ ഉണ്ട് അടിപൊളി ബാക്ക് സ്റ്റഡ് ടയർ ഉണ്ട് പക്ഷെ ഫ്രണ്ട് കിട്ടാത്തതുകൊണ്ട് നമ്മളപ്പോ ബാക്ക് ഊരിട്ട് നോർമൽ ടയർ ആക്കി അതുപോലെ തന്നെ സാമുറായി 2 ഉണ്ട് 50 രൂപ റേഞ്ച് വരുന്ന ഡിസ്ക് കാര്യങ്ങളൊക്കെ
45-50 രൂപ റേഞ്ചിൽ 45-50 ഹൈറ്റ് ചെയ്തിട്ടുണ്ട്, ഡിസ്ക് ചെയ്തിട്ടുണ്ട്, സെറ്റ് ആണ്. ഓക്കെ, അതുപോലെ തന്നെ നമുക്ക് നെക്സ്റ്റ് പവർ കുറച്ച് പറഞ്ഞോ. ഇതാണ് വണ്ടി. സ്റ്റാർട്ടാക്കണോ? കയറി ഇരുന്നാണ്ട് ആക്കം പോലെ അടിക്കണം. ആ നോക്കട്ടെ, കയറി ഇരിക്കാതെ അടിക്കാൻ പോട്ടെ. കയറി ഇരിക്കാതെ സംഗതി അടിയും. പെട്രോള് പെട്രോൾ ഉണ്ടാവില്ല. അവിടെ ടെസ്റ്റ് ഡ്രൈവിന് ഉണ്ട്, അവിടെ കാണിച്ചു കൊടുത്താൽ ശ്യാമയുടെ ടെസ്റ്റ് ഡ്രൈവിന് കാണിച്ചു കൊടുക്കും. മുജീക്ക് അവിടെ നോക്കണ്ടേ. നിങ്ങളെ പേരെന്താ? നിങ്ങൾ നൈസിൽ ഇവിടെ നിന്ന് വീഡിയോ എടുക്കണ്ടല്ലോ നമ്മളെ. എന്താ പേര്? സിനാൻ. എവിടെ സ്ഥലം? അരീക്കോടോ. ഉമ്മാൻ്റെ ഒടിക്ക് വന്നാ? അപ്പം എന്താ വണ്ടി കാണാൻ വന്നാ? ബാക്കിൽ തന്നെ വരാം. അപ്പോൾ ഇവിടെ ഇങ്ങനെ വണ്ടികൾ സ്റ്റാർട്ടാക്കണൊക്കെ നോക്കി തീർക്കാണ് അല്ലേ? ഓക്കെ, എന്നാൽ കാണാം. ഓക്കെ ഓക്കെ, ഇത് ഒന്ന് ഓഫാക്കി. ഇതിന് ചേമ്പറേറ്റ് വണ്ടിയാണല്ലോ. ചേമ്പറല്ല ഇത് വണ്ടി. ഇതിനെ പറ്റി പറഞ്ഞിട്ട് അത് കാണിച്ചു തരാം. ഈ വണ്ടി ഇപ്പൊ നമ്മുടെ ഷോഗൺ ഉണ്ട്. ഫസ്റ്റ് ബാച്ച് ഷോഗൺ ആണ്. അടിപൊളി പവറുള്ള നല്ല വണ്ടിയാണ്. 2028 വരെ പേപ്പർ ഉണ്ട്. KL09 ആണ്, പാലക്കാട് നമ്പറാണ്. അപ്പൊ ആരെങ്കിലും ഷോഗൺ എടുക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അത്യാവശ്യം എൻക്വയറി നല്ല വണ്ടിയാണ്. അതുകൊണ്ട് അത്ര പ്രൊമോട്ട് ചെയ്യുന്നത്. ടാങ്ക് ബോഡി കിറ്റ് ഒക്കെ മാറിയാണ്. പൾസർ ഡിസ്ക് ചെയ്തിന് ഏകദേശം 78 രൂപ റേഞ്ചിൽ നമുക്ക് കൊടുക്കാം. 28 വരെ പേപ്പർ ഉണ്ട്. പവറിന് വേണ്ടിയാണ് നിങ്ങൾ 100 അങ്ങനെ എടുക്കുന്നതിനെക്കാട്ടി എത്രയോ ബെറ്റർ ആണ് ഷോഗൺ. മാരക പവറാണ്. യമഹ ഇറക്കി കഴിഞ്ഞിട്ട് RX തിരിച്ചിറക്കി. ഷോഗൺ സുസുക്കി ഷോഗൺ ഇറക്കി കഴിഞ്ഞിട്ട് ഷോഗണിനെ വെല്ലാൻ വേണ്ടി ഇറക്കിയ വണ്ടിയാണ് നമ്മളെ 5 സ്പീഡ്. ഇന്ന് പെട്രോൾ ഓഫാണ്. പെട്രോൾ ഒന്ന് ഓണാക്കണം. എന്നിട്ട് ഞാൻ ഇതൊന്ന് സ്റ്റാർട്ടാക്കണം. പൊന്നെ ചാമ്പർ ഒന്ന് കാണിച്ചു കൊടുക്കും. പൊളി സാധനം. ഫുള്ള് പിൻ ടു പിന്നാണ് തോന്നുന്നുണ്ട് അല്ലേ? ഇനിയും പേരുണ്ട് അടുത്ത്. ഓക്കെ, നമുക്ക് ഇത് കാണാൻ ഫുൾ പിൻ ടു പിന്നാണ്. ഇത് നിർത്തി അടിച്ചാണ് നമ്മൾ അടിക്കാത്ത വണ്ടി. പക്ഷെ നല്ല നീറ്റിൽ വണ്ടിയാണ്. അടിപൊളി വണ്ടിയാണ്. 5 സ്പീഡ്. ഇതേപോലെ നമ്മൾ ഒരു ഓസം വർക്കാണ്. মানে നോർമൽ വർക്ക് അല്ല, നല്ല രീതിയിൽ വർക്ക് എടുത്ത വണ്ടിയാണ്. ഈ സൈഡൊക്കെ നോക്കിയാ ഇത് കണ്ടോ? കാണിക്കണം, വിട്ട് കാണിക്കണം അല്ലേ? അതുപോലെ എഞ്ചിൻ സൈഡ് നോക്കുകയാണെങ്കിലും കാറ്റ് സൈലൻസർ ഓപ്പൺ ഗേറ്റ് ആണ് അല്ലേ? ഓപ്പൺ ഗേറ്റ് അല്ലേ? അടിപൊളി ഓപ്പൺ ഗേറ്റ്. അതായത് നോർമൽ ഓപ്പൺ ഗേറ്റ് അല്ല, അടിപൊളി ഓപ്പൺ ഗേറ്റ് ആണ്. കാറ്റ് കുറെ ആൾക്കാർ ഓപ്പൺ ചെയ്യുന്നുണ്ട്. ഇത് അത്രയും നല്ല വർക്കിംഗ് ഉള്ള കാറ്റാണ്. വണ്ടി ഒരു ഇന്ത്യ വണ്ടി ഒന്ന് കാണിക്കാൻ പറ്റും. ഓക്കെ, ഒന്ന് മുന്നേ വെച്ചോ. പോയിക്കോളി, ഉള്ളു പോയിക്കോളി. ഈ വണ്ടി ശരിക്കൊന്ന് കാണണം. ശ്യാമൊന്ന് ഇറങ്ങിയാലേ ശരിക്കും കാണുള്ളൂ. ഓ, ഞാൻ പിടിക്കാം. ഓക്കെ, ഇത് പിടിച്ച് നിൽക്കണം അല്ലേ? ഓക്കെ, ഇതാണ് വണ്ടി. വണ്ടി പെയിന്റിങ് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കാണാം. അതേപോലെ എഞ്ചിൻ ബ്ലാക്ക് അടിച്ചാണ്. ഫുൾ പിൻ ടു പിൻ റീസ്റ്റോർ ചെയ്ത അടിപൊളി വർക്കിംഗ്. മെറ്റാലിക് ആണ്. ഏത് കളറാണെന്ന് ചിലപ്പോൾ കൺഫ്യൂഷൻ വരും. അതാണ് പറയാൻ കഴിയില്ല. അതായത് ഇതെന്താണ് ഇതിന്റെ പേര്? മിക്സഡോ? ഓരോ സൈഡ് നോക്കുകയാണെങ്കിലും കമ്പനി വരുന്ന സാൻബ്ലാസ്റ്റ് സിലിണ്ടർ ആണ്. എഞ്ചിൻ ബ്ലാക്ക് അടിച്ചാണ്. നല്ല രീതിയിൽ വർക്ക് എടുത്ത ടൈമും പൈസയും നോക്കാത്ത രീതിയിൽ നല്ല രീതിയിൽ എക്സ്പെൻസ് ആക്കിയിട്ട് വണ്ടി വർക്ക് എടുത്ത വണ്ടിയാണ്. അതേപോലെ നമ്മുടെ ബാക്കിൽ നമ്മളെ ഒരു ഫാൻസി നമ്പർ വാങ്ങിയ കസ്റ്റമർ ആണ്. ഓനിവിടെ വന്നിട്ട് ഓനക്ക് ഫാൻസി നമ്പറിലെ വണ്ടി കിട്ടീന്. ഓനാണെങ്കിൽ വണ്ടി ഭ്രാന്തനാണ്. അപ്പൊ ഓനക്ക് നോർമൽ വണ്ടി കിട്ടി പോരാ. അവനക്ക് അതിന്റെ മുകളിൽ RXZ സൈലൻസർ വേണമെന്ന് പറഞ്ഞ് അപ്പൊ RXZ സൈലൻസർ നമ്മൾ കൊടുത്ത് ഫിറ്റ് ചെയ്ത് മാറ്റി കൊണ്ടുവരാണ്. റമീസോടെ സ്ഥലം പട്ടാമ്പിയുള്ള ആളാണ്. നമുക്ക് ഇതേപോലെ പല സ്ഥലത്തുനിന്ന് ആളുകൾ വരുന്നുണ്ട്. നിങ്ങൾക്ക് ഇവിടുത്തെ വണ്ടി കണ്ടിട്ട് എന്താണ്? അടിപൊളിയാണ്. ഇതിനു മുമ്പേ നമുക്ക് വണ്ടി തന്ന ആളും കൂടി കേട്ടോ. നമുക്ക് അല്ല, അവന്റെ വണ്ടി വിൽക്കാൻ വേണ്ടി പൈസന്റെ ബുദ്ധിമുട്ടുണ്ടായപ്പോൾ നമുക്ക് കൊണ്ടുവന്ന് തന്ന് ഒരിക്കൽ വണ്ടി വിൽക്കണം, പൈസ അർജന്റായിട്ട് കുടിക്കാൻ. അതേപോലെ ഈ വിറ്റ ആള് തിരിച്ച് വണ്ടി വാങ്ങാൻ ഉദ്ദേശിക്കും RX. അങ്ങനെ അവൻ വേണമെന്ന് പറഞ്ഞാൽ നമ്മളടുത്ത് വന്ന് ഇവിടെ വന്ന് ഒരു ഫാൻസി നമ്പർ 56 നമ്പറിൽ അടിപൊളി ഒരു വണ്ടി കണ്ട് അവനെ ഓടിച്ച് ഇഷ്ടപ്പെട്ടു. അവൻ എനിക്ക് ഇതിന് മുകളിൽ RXZ സൈലൻസർ വേണം, ചെറിയ മോഡിഫിക്കേഷൻ ചെയ്യണം. അപ്പൊ അങ്ങനെ സാധനങ്ങളൊക്കെ അല്ല. എത്ര ക്ലാസ്സിലാണ് പഠിക്കുന്നത്? വയറിംഗ് ആണ്. ഓക്കെ, എന്തായാലും സെറ്റാക്കി ഉഷാറായി. വണ്ടിന്റെ പാട് അടിപൊളിയല്ലേ? ഓക്കെ, ഇനി നല്ല റേറ്റും കുറച്ച് കൊടുക്കട്ടോ? ചെയ്തു കൊടുത്തു സൈലൻസർ കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുത്തു. ഓക്കെ, ഇനി അതുപോലെ ഒരുപാട് വണ്ടികൾ അടിയിലൊക്കെ ഉണ്ട് കേട്ടോ. നമുക്ക് ഇനി വണ്ടികളുണ്ട് നിങ്ങൾക്ക് ഇവിടെ കാണാം. ബജറ്റിൽ ഒരു വണ്ടി ഒരു 10-40 രൂപ ലെവലിൽ നിങ്ങൾക്ക് 40 രൂപ ഡിസ്ക് കാര്യങ്ങൾ, മോട്ടോടി ടയർ കാര്യങ്ങളൊക്കെ, മഞ്ഞ കളർ അടിച്ച മഞ്ഞക്കിളി കുഞ്ഞ് 40 രൂപ റേഞ്ചിൽ മാക്സ് ആണ്. 40 രൂപ രാവിലെ മാക്സ് 44 ആസ്കിംഗ് ആണ്. നമ്മൾ 40 രൂപ ഫൈനൽ ഇത് ചെയ്ത് കൊടുക്കും. ഷോർട്ട് ബാർ ഹാൻഡിലുണ്ട്.
ഉണ്ട്, നല്ല കളറാണ്, എല്ലാം സെറ്റാണ്. ഓക്കെ, നടന്ന് നോക്കുകയാണെങ്കിൽ ഇവിടുത്തെ ആളെ വണ്ടിയാണ്, സെറ്റാണ് ഒക്കെ സെറ്റാണ്. അത്രേ ഉള്ളൂ, നമുക്ക് ഇനി കൂടുതൽ പറയാൻ കഴിയണില്ല സത്യം പറഞ്ഞാൽ. അതുപോലെ തന്നെ നമുക്ക് നെക്സ്റ്റ് വരുന്ന RX-Z അല്ലേ? RX-Z 2 കളർ ഉണ്ട്. നമുക്ക് ബുക്കിംഗ് ഉണ്ട്. RX-Z നമ്മളിപ്പോ കുറച്ചു നേരം എന്തായാലും കുറച്ച് ഭക്ഷണം കഴിച്ചിട്ട് നമ്മൾ ചെറുതായിട്ട് 1-2 വണ്ടി വരാണ്ട് വന്നിട്ട് നമ്മൾ ഇൻക്ലൂഡ് ചെയ്യാം. ഓക്കെ, ഈ RX-Z നോർമൽ നമുക്ക് എങ്ങനെ റേറ്റ് വരുന്നത്? നമുക്ക് ഇപ്പോൾ നമ്മുടെ അടുത്ത് വരാനുള്ള വണ്ടി 160 വണ്ടി ഉണ്ട്. അതായത് അത്യാവശ്യം പേപ്പർ ഇഞ്ചൻ കണ്ടീഷനിൽ കേരള വണ്ടി 170 180 ഇങ്ങനെ കണ്ടീഷൻ വണ്ടി കിട്ടുന്നതിനനുസരിച്ച് റേറ്റിൽ മാറ്റങ്ങളുണ്ട്. നല്ല രീതിയിലുള്ള വണ്ടിയൊക്കെ ഇപ്പോൾ 2 രൂപേന്റെ മുകളിലാണ് പോണ്. നമ്മുടെ അടുത്ത് ഇപ്പോൾ ഉള്ള മാക്സിമം 180 90 ആ റേഞ്ചിലുള്ള വണ്ടികൾ. 5 സ്പീഡ് ആകുമ്പോൾ വീണ്ടും കൂടും. 5 സ്പീഡ് ആകുമ്പോൾ വീണ്ടും കൂടും. അതൊന്ന് സ്റ്റാർട്ട് ആക്കി നമ്മള് ഇതൊക്കെ നിർത്തിയിട്ടാണ്. ഇത് ബുക്കിംഗ് കുറേ മുമ്പ് ബുക്കിംഗ് ആണ്. ഈ വണ്ടിയുടെ കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം. ഇത് കുറേ മുമ്പ് നമ്മൾ വിറ്റാണ്. ഇത് ഗുജറാത്ത് വണ്ടി. ഇനി ഇത് KL ആക്കിയിട്ട് ഞങ്ങൾ കൊടുത്തു. KL 84 പുതിയ നമ്പർ ആക്കിയിട്ട് നമ്മൾ ആള് പുറത്തതാണ്. ഇത് പ്രവാസിയാണ്, അതുകൊണ്ട് അവനക്ക് ആരും ചെയ്യാനില്ല. ഞങ്ങളോട് പറഞ്ഞ് ഞങ്ങൾ ചെയ്ത് കൊടുത്താണ്. ഇനിയിപ്പോൾ അയാൾ വരുമ്പോൾ വണ്ടി ഇവിടുന്ന് കൊണ്ടുപോകും. ആ സമയം നമ്മളൊന്നും ചെയ്യില്ല, ഉള്ളിൽ ബാക്കിൽ വെക്കുക, അതിന്റെ മുകളിൽ കളിക്കണമെന്നില്ല. പിന്നെ ഈ സാധനത്തിനുള്ള പ്രത്യേകത എന്ന് വെച്ചാൽ ഇത് എത്ര കാലം എത്ര ലൈഫിൽ, അതായത് നമ്മളൊക്കെ 2 വർഷം സൗദിയിലൊക്കെ പോയി വന്നിട്ട് ഇത് നാട്ടിൽ നിന്ന് സ്റ്റാർട്ടാക്കുമ്പോൾ ഒറ്റ കിക്കർ അല്ലെങ്കിൽ 2 കിക്കർ അങ്ങനത്തെ ഒന്നും ചെയ്യാനില്ല. നമ്മുടെ ടാങ്ക് മാത്രം ശ്രദ്ധിക്കാം. ജസ്റ്റ് വരെ ഈ സൈഡിലേക്ക് നോക്കുകയാണെങ്കിൽ നമുക്ക് ഇവിടെ ഓഫറുള്ള വണ്ടികളുണ്ടോ? നെക്സ്റ്റ് നമുക്ക് ചേതക്ക് RX-Z പല രീതിയിലുള്ള വണ്ടികളുണ്ട്. ഓഫർ ഉണ്ടോ? ഇത് 35 രൂപയ്ക്ക് സെയിലിനിട്ടേന് നമ്മൾ ഫൈനൽ ഒരു 28 രൂപയ്ക്ക് നമുക്ക് വേണ്ടി ചെയ്ത് കൊടുക്കും. സൂപ്പറാണ്. ചേതകല്ല, ചേതകിനെക്കാട്ടി മാർക്കറ്റിലാണ്. വീല് നിങ്ങൾക്ക് ഇവിടെ നിന്ന് നോക്കിയാൽ മനസ്സിലാവും. ചെറിയ വീല് വരുന്ന സൂപ്പർ FE ആണ്. भाई लोग ये 28,000 में आप गाड़ी आपको दे देंगे. 35,000 रुपये सेल पर डाली हुई है. 2027 तक पेपर वैलिड है. बाइक के लिए ऑफर डाला है. 28,000 में बाइक आपको गाड़ी दे देंगे. ഓക്കെ, അങ്ങനെ ഒരുപാട് വണ്ടികൾ വണ്ടി ഇനിയും വിൽക്കാളുണ്ട്. ഒക്കെ നോക്കണം നമുക്ക്. നമുക്ക് ഉണ്ട പൾസർ ഉണ്ട് നമ്മുടെ അടുത്ത് ഒന്ന്. ഒരു ഉണ്ട പൾസർ ഉണ്ട്. ലൈറ്റ് ഉണ്ട പൾസർ എന്ന് പറഞ്ഞ വണ്ടി. ഇത് പൊതുവേ എല്ലാവർക്കും ഇഷ്ടമുള്ള ഒരു വണ്ടിയാണ്. അതായത് പണ്ടത്തെ ഓർമ്മകൾ പുതുക്കാൻ പറ്റിയ വണ്ടി. അതായത് ഇങ്ങനത്തെ റയർ വണ്ടികളൊക്കെ മുജിക്ക ഇങ്ങനെ കൊടുന്നു നോക്കും. നമുക്ക് ഇഷ്ടമുള്ള വണ്ടി നമ്മൾ വാങ്ങിക്കോ. പൈസ കൂടിയാലും കുറഞ്ഞാലും റേറ്റ് കൂടിയിട്ടാണ് നമ്മൾ വാങ്ങിയത്. റേറ്റ് കൂടിയിട്ടാണോ? എത്ര വന്നിട്ടുണ്ട് നിങ്ങൾക്ക്? ഇത് അല്ല, വാങ്ങിയ വില നോക്കുകയാണെങ്കിൽ ഇപ്പൊ ഞാൻ വിൽക്കണേ നടക്കൂല. അത് മാർക്കറ്റ് സെയിലായതുകൊണ്ട് ഒരു 10-25 രൂപ കിട്ടിയ ഫൈനൽ നമ്മൾ കൊടുക്കും. നമ്മൾ വാങ്ങിയ ഏകദേശം ആ വിലക്കാണ്. ഇതിന് മുന്നേ വേറെ വാങ്ങിയാണല്ലേ? അന്നേ നമുക്ക് നല്ല അത്യാവശ്യം പവർ വരുന്ന വണ്ടിയാണ്. YBX നമുക്ക് ഈ സ്പ്ലെൻഡർ വാങ്ങുന്ന ആൾക്കാർ, ഇത് വാങ്ങുന്ന ആൾക്കാർ, അപ്പം സ്പ്ലെൻഡറിനായിട്ട് കുറച്ചും കൂടി പവർ വേണം. കണ്ടോ, ഇതൊക്കെ RX-Z ഒരു ഷേപ്പാണ്. മോട്ടോ സ്പോർട്സ് വണ്ടിയാണ് അന്നത്തെ കാലത്ത്. പിന്നെ അതേപോലെ ഇവിടെ കസ്റ്റം മുറിച്ച് വെച്ചാൽ നമ്മൾ ഈ വണ്ടി കാണുമ്പോൾ പല ആളുകളും നമ്മളോട് ചോദിക്കുന്നതാണ് കമന്റ് ആയിട്ട്, ആ വണ്ടിയെങ്കിലും നമുക്കൊന്ന് തന്നൂടെ, അവിടെ കയറ്റി വെക്കണം എന്തിനാ? അതേപോലെ ഇത് തുടക്കണുണ്ടോ, മുജീബ് ഇങ്ങനെ തുടക്കണുണ്ടോ? ഇതിങ്ങനെ തുടക്കും ഇതേപോലെ, അതൊരു വികാരമാണ്. അതേപോലെ തന്നെ RD 350 2 സ്ട്രോക്ക് വണ്ടികളുടെ രാജാവ് 450 ഇല്ലേ? കുറെ സെഗ്മെന്റ് ഉണ്ട്. യമഹ അങ്ങനത്തെ, അല്ലെങ്കിൽ യമഹ ആയാലും ടൊയോട്ട ആയാലും ബെൻസ് ആയാലും ഇന്ത്യയിൽ കുറെ വണ്ടികൾ കുറഞ്ഞിട്ടേ ഇറക്കിയിട്ടുള്ളൂ. അതുകൊണ്ട് യമഹ ഇന്ത്യയിൽ അങ്ങനെ കുറഞ്ഞ വണ്ടികൾ ഇറക്കിയിട്ടുള്ളൂ. യമഹ വേറെ മരുന്ന് മരുന്ന് കയ്യില്ല. ആടി 135 ഉണ്ട്, ആടി 200 ഉണ്ട്, കുറെ വണ്ടികളുണ്ട്. നമുക്ക് ഇറക്കി നമുക്ക് കിട്ടിയ സാധനം ആടി 350 നമ്മൾ ചെയ്താണ്. ഡബിൾ ഡിസ്ക്, സിംഗിൾ ഡിസ്ക്, ഡബിൾ എല്ലാ സാധനം ഡബിൾ ആണ്. ഡബിൾ കാർബറേറ്റർ, ഡബിൾ ക്രാങ്ക്, ഡബിൾ സിലിണ്ടർ, ഡബിൾ ഓക്കെ. സോറി, ഞാൻ ഹിന്ദി വരുമ്പോൾ പല ആളുകളും ഇതാക്കല്ലേ, ബുദ്ധിമുട്ടാക്കല്ലേ. കാര്യം എനിക്ക് അറിയാത്ത എന്തിനാ പറയാൻ നിൽക്കണമെന്നൊക്കെ പറയും. ഓക്കെ, അപ്പോൾ നമ്മളിപ്പോൾ നിൽക്കുന്നത് റയർ പിസ്റ്റൺ ഗാരേജിലാണ്. നമ്മൾ റയർ പിസ്റ്റൺ ഗാരേജിലെ ജസ്റ്റ് സ്പെയർ ആക്സസറീസ് കൂടി ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. നമ്മളെ പെയിന്റ് അടിച്ച് വെച്ച സാധനങ്ങളാണ് നിങ്ങൾക്ക് കാണാം. നമ്മളിങ്ങനെ ആവശ്യത്തിനനുസരിച്ച് പെയിന്റ് അടിച്ച് വെക്കണം. സീറ്റ് അടിച്ച് തോത്തിനോ പോയില്ലേ? ഓക്കെ, ഇതൊക്കെ പെയിന്റ് അടിച്ച് വെച്ചാൽ. അതേപോലെ തന്നെ കളക്ഷൻ ആയിട്ട് സ്പെയർ ഇപ്പം എന്താ പറയുക, ഫുള്ള് നിറഞ്ഞ് റഷായി കിടക്കുകയാണ്. അത് കൊണ്ടുപോയി നിങ്ങൾ ആരെങ്കിലും സാധനങ്ങളല്ല എന്താ പറയുക, അറേഞ്ച് ചെയ്യാനും തിരക്കും. ഇഞ്ചിന്റെ കവർ കാര്യങ്ങൾ, അത് നമ്മളിപ്പോ ആക്രി പോയ പോലെ സ്പെയർ ഉണ്ടാവും. കവർ കാര്യങ്ങളാണ്. 6 സൈലൻസർ ഉണ്ട്, ഫുള്ള് സാധനങ്ങളുണ്ട്, എല്ലാ സാധനം. ഇവിടെ നിങ്ങൾക്ക് നോക്കിയാ സീറ്റ്, ടാങ്ക്, പുതിയ ടാങ്ക്, ഒറിജിനൽ ടാങ്ക്, ബാർ ഹാൻഡിൽ, ഒറിജിനൽ ടാങ്ക്, ഷോഗന്റെ. ഇത് ഈ പ്രാവശ്യം ഞാൻ രാജസ്ഥാൻ പോയി വന്ന, ഞാൻ റീലിടും എന്തായാലും. രാജസ്ഥാൻ പോയപ്പോൾ അവിടെ നിന്ന് ഞാൻ ഇഷ്ടം പോലെ പഴയ കിട്ടാത്ത സ്പെയർ ഒക്കെ പർച്ചേസ് ചെയ്ത് പജറോയിൽ നിറച്ച് വന്നിട്ട്, പജറോ ഇപ്പോൾ കുറച്ചു കൊണ്ട് വരികയാണെങ്കിൽ അത് പൊളിച്ചിട്ട് വരുമ്പോൾ പാക്കറ്റ് പൊളിക്കുന്ന പോലെ നമ്മള് പോയി കഴിഞ്ഞാൽ ഓൾ ഇന്ത്യ ഡെലിവറി പറഞ്ഞു. और भाई गाड़ी आपको कहीं भी स्पेयर में आप बताते हैं, गाड़ी हो या स्पेयर, ऑल इंडिया डिलीवरी है. स्पेयर का नंबर अलग से हमने इसमें दिया हुआ है. आपको गाड़ी यामाहा RX-100 से लेकर RX-Z का कोई भी पार्ट्स चाहिए
आप हमें कांटेक्ट करें, हमारे വണ്ടി എടുക്കുന്ന ബുദ്ധിമുട്ടാണ്ട, അതിന് സ്പെയർ കിട്ടുമെന്നുള്ള പേടി വേണ്ട, എല്ലാം കിട്ടും. आप जो भी गाड़ी ले सकते हैं एकदम हिम्मत करके लो, एकदम निडर हो के लो, क्योंकि स्पेयर पार्ट्स के लिए कोई टेंशन लेने की जरूरत नहीं है. रेयर पिस्टन स्पेयर आप करके हमारा इंस्टाग्राम पेज है, उस पर आप कांटेक्ट करो, उस पर नंबर है, हमारा स्पेयर का नंबर नीचे देंगे, उस पर आप करोगे तो ऑल इंडिया डिलीवरी, आपको कहीं भी चाहिए हम स्पेयर आपको पहुंचा देंगे. वो क्लच बेल हो के सिलेंडर हो, कि आपको जो भी आइटम जो अपन को नहीं मिलता है, कि आपको इंजन के कवर हो गए, ये दिख रहा है आपको इंजन के कवर हो गए, इंपोर्टेड शॉक हो गए, सभी टाइप के आइटम है हमारे पास. RXZ 5 स्पीड का मंडाप का रिम देखो, മണ്ടാവിന്റെ റിമ്മ് നമുക്ക് എവിടെയും കിട്ടില്ല. അപ്പം മണ്ടാവിന്റെ റിമ്മാണ് ഇത് കിടക്കണത്. ഇത്രയും സ്റ്റോക്ക് ഉണ്ട്. നമ്മുടെ സാധനങ്ങൾ നമ്മൾ അവിടെ നിന്ന് ഇവിടെ ഒക്കെ അറേഞ്ച് ചെയ്യും. അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോ ഇവിടെ അങ്ങോട്ട് ഒതുക്കാം. आज का वीडियो हम यही समाप्त कर रहे हैं. ഓക്കെ, അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് കാണാം. നിങ്ങളെ ടൂ സ്റ്റോക്ക് വണ്ടികൾ ഇഷ്ടപ്പെടുന്ന ആളുകൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. നമ്മുടെ വീഡിയോ സ്കിപ്പ് അടിക്കാതെ മാക്സിമം ഫുൾ ആയിട്ട് നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ ഒന്നുകൂടെ ഒന്ന് റിപ്പീറ്റ് അടിച്ച് കണ്ടോളി. ഒരു കഥ പറയുന്ന പോലെ നിങ്ങൾക്ക് ഒരു അങ്ങനത്തെ ഒരു ലൈക്കിൽ ഇത് കൊണ്ടുവന്നതാണ്. അല്ലാതെ നമ്മൾ ഒരു ജസ്റ്റ് വണ്ടികളെ മാത്രം ഡീറ്റെയിൽസ് കാണിച്ചു തരാതെ നമുക്ക് കുറച്ച് കാര്യങ്ങളും നമ്മളാൽ അറിയുന്നതിന്റെ പരമാവധി നമ്മളെല്ലാം ചെയ്ത് കൊടുക്കില്ലേ, ചെയ്യുന്ന കാര്യങ്ങളും എല്ലാം കാര്യങ്ങളും നമ്മുടെ ലൈഫിൽ എന്തൊക്കെ നടക്കണം അതൊക്കെ നമ്മൾ ഈ വീഡിയോയിൽ പറയും. നമ്മൾ അതിനായിട്ടൊന്നും സ്പെഷ്യലായിട്ടൊന്നും ചെയ്യില്ല. ഓക്കെ, നമ്മളൊരു വ്ളോഗ് പോലെ എന്നാ വണ്ടിന്റെ സെയിലിന്റെ ഒരു വീഡിയോ ആണ്. ഇങ്ങനെ അങ്ങനെ അതായത് ഇങ്ങോട്ട് വിടാം, ഇങ്ങോട്ട് പോവാം ഉള്ളിലേക്ക്. ഇങ്ങോട്ട് ഇവിടെ നിന്നിട്ട് ആ ബാക്കിലേക്ക് നോക്കുമ്പോൾ ഇവിടുന്ന് കാണുന്ന ഒരു ഭംഗിയുണ്ടല്ലോ, എല്ലാ വണ്ടികളും ഒരുമിച്ച് കൂടി ഇങ്ങനെ നിൽക്കുന്നത് ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാണ് കേട്ടോ, അല്ലേ? ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാണ് ഇത്രയും വണ്ടികളെ സെറ്റാക്കിയത്. അതുകൊണ്ടാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ ടൂ സ്റ്റോക്ക് ഷോറൂം എന്ന് പറഞ്ഞത്, അല്ലേ? ആ ഇന്ത്യയിൽ ജസ്റ്റ് എന്ന് പറഞ്ഞാൽ ലാസ്റ്റ് ഫൈനൽ इतनी सारी ये गाड़ियाँ आप जो देख रहे हो उसको देख के अंदर दिल से खुशी होती है. और ये खुशी करने के बहुत मेहनत से ये गाड़ियाँ इकट्ठी करी है, आप लोगों के लिए की है. तो आप मैक्सिमम हमारा यूट्यूब वीडियो इंस्टाग्राम पेज सब सपोर्ट करें और हमारा वीडियो पूरा देख के हमारा नेक्स्ट वीडियो के लिए आप वेट करें. और अच्छे वीडियो के साथ हम अगली बार मिलेंगे. ഓക്കെ, നമ്മളെ ഇൻസ്റ്റാഗ്രാമിന്റെ പേര് എന്താണ്? इंस्टाग्राम रेयर पिस्टन गैरेज और स्पल्बर. दो हमारे इंस्टाग्राम पेज है, इस पर हमारा आपको अपडेट मिलेगा. ഓക്കെ, അപ്പോൾ ഒരാൾ ഇവിടുന്ന് വണ്ടി വാങ്ങി പോവുകയാണ്. ഇപ്പോൾ നിങ്ങളുടെ സ്ഥലം നിങ്ങൾ നേരത്തെ നമ്മൾ വീഡിയോയിൽ ഉണ്ടായിരുന്നല്ലോ. ഫാൻസി നമ്പർ ഈ പൊളിക്കും അല്ലേ? ഈ പൊളിക്കും. ജസ്റ്റ് ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് കൊടുത്തടാ. അപ്പോൾ പോവാണ്. ഓക്കെ ഓക്കെ, അതേപോലെ തന്നെ വേറൊരു വണ്ടി കൂടി ഉണ്ട് അവിടെ. ഡെലിവറി ഇന്നിപ്പോൾ നിലവിൽ 2-3 കഴിഞ്ഞു അല്ലേ? ഓക്കെ ഓക്കെ, വാ. ഓക്കെ, ഇന്ന് നമ്മൾ 2-3 ഡെലിവറി നിലവിൽ കഴിഞ്ഞു. ടൂ സ്റ്റോക്ക് വണ്ടികൾ എന്ന് പറഞ്ഞാൽ ഞങ്ങൾ പറഞ്ഞില്ലേ, ഇപ്പോൾ ചെറിയ പ്രായമുള്ള ആളുകളാണെങ്കിലും പ്രായമില്ലാത്ത ആളുകളാണെങ്കിലും പ്രായമുള്ളവരാണെങ്കിലും എല്ലാവരും ടൂ സ്റ്റോക്ക് വണ്ടിയിൽ ഇഷ്ടപ്പെടുന്ന ആളുകളാണ്. ഇപ്പോൾ ഒരാൾ ഇപ്പോൾ വണ്ടി നോക്കിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങളുടെ പേരെന്താ? ഷിബിൻ. നിങ്ങൾ നമ്മളെ വീഡിയോ കാണുന്ന ആള് സബ്സ്ക്രൈബർ ആണ്. ഓക്കെ, നമ്മൾ സ്ഥിരമായിട്ട് വീഡിയോ കാണല്ലോ. ഏത് വീഡിയോസ് ആണ് കൂടുതൽ? ടൂ സ്റ്റോക്ക് വണ്ടിൻ്റെ ആണോ അതോ മറ്റുള്ള? ടൂ സ്റ്റോക്ക് ആണ് കൂടുതൽ കാണാറ്. ഓക്കെ, അപ്പോൾ എന്തായാലും ഈ വീഡിയോക്ക് അത്രയും ആളുകളുണ്ടാവും കണ്ടില്ല. മൂപ്പര് നിങ്ങളെ പേരെന്താ കറക്റ്റ്? ഷിബിൻ. കറക്റ്റ് സ്ഥലം എവിടെ? ആലപ്പുഴയിലെ മാവേലിക്കരയിൽ നിന്നാണ് ഇവിടെ വണ്ടിയൊക്കെ വന്നത് കേട്ടോ. എന്തായാലും വണ്ടി ഇഷ്ടപ്പെട്ടോ? വണ്ടി നോക്കിയിട്ട് എന്താ അഭിപ്രായം? സെറ്റാണ് അല്ലേ? ഓക്കെ, നമ്മള് നേരെ മൂപ്പര് നമ്മൾ വീഡിയോ എടുക്കുന്നതിന്റെ ഇടയ്ക്ക് വന്നാൽ ഫസ്റ്റ് വന്നപ്പോൾ മൂപ്പര് കാണിച്ചു കൊടുത്ത്, പിന്നെ സ്റ്റാഫ് കാണിച്ചു കൊടുത്ത് മൂപ്പര് ഓടിച്ച് നോക്കി കാര്യങ്ങൾ മൊത്തം ചെക്ക് ചെയ്ത്, അതേപോലെ മൂപ്പർക്ക് ചെറിയ മാറ്റങ്ങൾ സ്റ്റോക്ക് കാര്യങ്ങളൊക്കെ മാറണമെന്നുണ്ട്. അതൊക്കെ നമ്മൾ മൂപ്പര് ഇഷ്ടത്തിന് നമ്മൾ ചെയ്തു കൊടുക്കാന്ന് പറഞ്ഞു. അതൊക്കെ എന്താ അവസ്ഥ? കാര്യങ്ങളൊക്കെ സെറ്റ് അല്ലേ? കാര്യങ്ങളെല്ലാം സെറ്റാണ്. പിന്നെ വിളിച്ചാൽ കിട്ടത്തില്ല, അതുകൊണ്ട് ഞാൻ ഡയറക്റ്റ് വണ്ടി എടുത്ത് ബൈക്കിലേക്ക് വന്നു. അതാ വിളിച്ചാൽ കിട്ടില്ല എന്നുള്ള പല ആളുകളുടെയും പരാതിയാണ്. അത് നമ്മൾ ലോക്ക് ചെയ്ത് പറയണം. കാരണം എന്താ വെച്ചാൽ അത്രയും ഭയങ്കര സെക്കൻഡ് കോളുകൾ ഇങ്ങനെ വന്നു കൊടുക്കും. ഇന്ത്യയിൽ നിന്ന് പല മുക്കും മൂലയിൽ നിന്നും കോൾ ചെയ്ത് കൊടുക്കും. അപ്പോൾ നേരിട്ട് വരിക എന്നുള്ളതാണ് നമുക്ക് കൂടുതലായിട്ട് വരാനുള്ളത്. മൂപ്പരോട് ചോദിക്കണം. മൂപ്പര് നേരത്തെ തന്നെ നമ്മളോട് വന്നതെന്ന് വെച്ചാൽ അവിടുന്ന് ഉള്ളിൽ നിന്ന് നിങ്ങളെ വീഡിയോ നമ്മൾ സ്ഥിരമായിട്ട് കാണുന്നതാണ്, നിങ്ങളൊരു ഫാനും കൂടിയാണെന്നാണ് പറഞ്ഞത്. അപ്പോൾ നമുക്കെന്താ വെച്ചാൽ പല രീതിയിലുള്ള ആളുകൾ പല സ്ഥലത്തുനിന്നും നമുക്ക് കൂടുതൽ ആളുകൾ നമ്മളെ വീഡിയോ കാണുന്നുണ്ട് എന്നുള്ളതിൽ വളരെയധികം സന്തോഷമുണ്ട്. ഞാനിപ്പം RX എടുക്കണമെന്ന് കുറച്ച് നാളായിട്ട് ആഗ്രഹിക്കുന്നു. ഒത്തിരി നാളായിട്ട് ആഗ്രഹമുണ്ട്. ഓക്കെ, ഇപ്പം റീസെന്റ് എടുക്കണമെന്നൊരു ആഗ്രഹം വന്നപ്പം വീഡിയോസ് നോക്കുമ്പോൾ എല്ലാം നിങ്ങളുടെ വീഡിയോസ് ആയിരുന്നു. അത് ഇവിടുത്തെ അപ്ഡേറ്റഡ് ഈ ഏരിയയിലെ അപ്ഡേഷൻ ഫുള്ള് നിങ്ങളാ ചെയ്യുന്നത്. അപ്പം കറക്റ്റ് സെറ്റായിട്ട് നിങ്ങൾ ചെയ്തു തരുന്നുണ്ട്. അതുകൊണ്ട് അത് തന്നെ ഫോളോ ചെയ്ത് നമ്മൾ വരും. വീഡിയോ എടുക്കുന്നതിന്റെ ഇടയിൽ പല കഥകളും രസമായിട്ട് കാര്യങ്ങൾ പറയുന്നത്. അതൊക്കെ എങ്ങനെയാണ് നിങ്ങൾ എടുക്കാറ്? അതെല്ലാം സെറ്റ് പ്രസന്റേഷൻ ആണ് നിങ്ങളെ ഇതാക്കുന്നത്. താങ്ക് യു. എന്തായാലും ഇങ്ങനെ ഒരാളെ നമുക്ക് കാണാൻ കഴിഞ്ഞതിലും വണ്ടി എടുക്കാൻ വരുന്ന നമ്മൾ വീഡിയോ എടുക്കാൻ വരുന്ന സമയത്ത് തന്നെ ഇവിടെ വണ്ടി എടുക്കാൻ വന്നതിൽ വളരെയധികം
സന്തോഷം ഏതായാലും കാണാം. ഓക്കെ മൂപ്പര് വണ്ടി നോക്കിയിട്ട് പറ്റുകയാണെങ്കിൽ നോക്കാമെന്നുള്ളതാണ്. വന്നപ്പോൾ എനിക്ക് തോന്നിയില്ല വണ്ടി എടുക്കാൻ വന്നാൽ. പക്ഷെ മൂപ്പര് വണ്ടി നോക്കി കാര്യങ്ങളൊക്കെ മൂപ്പര് എടുക്കണമെന്നുണ്ട്. പക്ഷേ ചില കസ്റ്റമർ പറയില്ല. അതിന് ഞങ്ങളോട് നിങ്ങൾ തുറന്ന് പറയണം. എടുക്കാൻ വന്നാൽ നമ്മൾ അതിനനുസരിച്ച് മാക്സിമം അതിനനുസരിച്ച് ചെയ്തുതരും. അപ്പോൾ നമ്മളെ വീഡിയോ സ്ഥിരമായിട്ട് നിങ്ങൾ കണ്ടോളി, അതിനനുസരിച്ചുള്ള ബെനിഫിറ്റ് ഉണ്ടാവും എന്തായാലും. ഓക്കെ, മൂപ്പരും കൂടി നമ്മൾ വീഡിയോയിൽ ഉൾപ്പെടുത്തിന്. ഓക്കെ, താങ്ക് യു. ഇനിയിപ്പോൾ വണ്ടികളുടെ, അതായത് ഞാൻ പറഞ്ഞൊരു കാര്യം കൂടി, നമ്മളെ ഗ്യാരേജിൻ്റെ കാര്യം കൂടി ഞാൻ ജസ്റ്റ് ഇതിൽ പറഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ കാര്യം കൂടി പറഞ്ഞുതരാം. നമുക്ക് കാറുകൾ വാങ്ങാനാണെങ്കിൽ വിൽക്കാനാണെങ്കിലൊക്കെ നീ നമ്മളെ കോൺടാക്ട് ചെയ്യാം. നമ്മളെ സ്പൾബർ ഗ്യാരേജ് എന്ന് പറഞ്ഞ പേജ് തുടങ്ങിയിട്ടുണ്ട്. ലേശം അത്യാവശ്യം ഫോളോസ് ആയിട്ടുണ്ട്. ഞാൻ അതിൽ ഗിവ് അവേ കാര്യങ്ങളൊക്കെ വെക്കാൻ പ്ലാൻ ഉണ്ട്. അപ്പോൾ നിങ്ങൾ എന്തായാലും ഫോളോ ചെയ്ത് വെച്ചോളി. അതുപോലെ തന്നെ നമ്മൾ എല്ലാ അക്കൗണ്ടും ഫോളോ ചെയ്തോളി. इंस्टा अकाउंट अभी हमारा इंस्टा अकाउंट, हमारा खुद का कार का गैरेज चालू किया, उसका अकाउंट, सभी अकाउंट हमारे नीचे दिए हैं डिस्क्रिप्शन में. आप सभी अकाउंट फॉलो करके हमें सपोर्ट करें. ഇത്ര നേരം ക്ഷമയോടെ നിങ്ങൾ നമ്മളെ വീഡിയോ കണ്ടതിൽ നിങ്ങളോട് വളരെ നന്ദി പറയാണ്. इतनी देर आपने हमारा वीडियो वेट करके देखा, उसके लिए आपके दिल से एकदम आप क्या कहते हैं, आपको सपोर्ट करना चाहते हैं. ഓക്കെ അല്ലേ, ഫൈനൽ ആകല്ലേ. ഇനിയിപ്പോൾ RX-Z കണ്ടിട്ടില്ല, സ്റ്റാർട്ടാക്കുന്നില്ല എന്നുള്ള പരാതി വേണ്ടതൊക്കെ ബുക്കിംഗ് ആയ വണ്ടി കൊണ്ടാണ്. RX-Z കളക്ഷൻ ആയിട്ട് ഇവിടെ ഉണ്ട് ബാക്കിൽ വർക്ക്ഷോപ്പിൽ. അപ്പോൾ അതിൻ്റെ പണി കഴിഞ്ഞ് വരാനുണ്ട് അല്ലേ ശ്യാമേ? ഓക്കെ പറയല്ലേ? അപ്പോൾ ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ പറഞ്ഞോളാം ലാസ്റ്റ് ഫൈനൽ. ജസ്റ്റ് പറഞ്ഞോ എന്താന്ന് വെച്ചാൽ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യാം. അടിച്ചു കയറി വാ. ഓക്കെ, അടിച്ചു കയറി വാ. ഓക്കെ, കത്തം. എനിക്ക് തമിഴ് അറിയില്ലേ? തമിഴ് അറിയും, തമിഴ് தெரியும். நம்ம சேனலை சப்ஸ்கிரைப் பண்ணி சப்போர்ட் பண்ணுங்க. வேற പറയ്. വണ്ടി തമിഴാണ് സാർ, തമിഴില് എന്തെങ്കിലും പറഞ്ഞാൽ മതി. എന്തെങ്കിലും അണ്ണേ വരിങ്ക വാങ്ങിക്കാന്ന് പറയണേ. തമിഴ് ഫാൻസ്, തമിഴ് സുസോക്ക് ഫാൻസ്, തമിഴ് മക്കളെ யாராவது வண்டி வாங்க എന്താണ് பசிக்கானோ பசங்கயானோ பசங்களே இந்த வயநாட்டில் இந்த பிரச்சனை வந்தபோது நம்ம தமிழ் மக்கள் ரொம்ப சப்போர்ட்டாக வந்தது. அங்கே இருந்து ஐட்டம்ஸ் எல்லாம் ലോറിയിൽ ഏറ്റിട്ട് 3 ലോറി ഗവൺമെന്റ് വണ്ടി വന്നിനി. അതിന്റെ നന്ദി എത്ര പറഞ്ഞാലും തീരില്ല. ഓക്കെ, പിന്നെ അതേപോലെ കന്നഡ ജസ്റ്റ് എന്ന് പറഞ്ഞോ. കന്നഡ എനിക്കറിയില്ല, ಗೊತ್ತಿಲ್ಲ ಅല്ലേ? ಓಕೆ, ಹಿಂದಿ ಜಸ್ಟ್ എന്ന് പറഞ്ഞോ. जो भाइयों बहनों अगर कोई पसंद गाड़ी लेने के लिए पसंद है तो डायरेक्ट आइए, दुकान विजिट करके लेके जाओ. ഓക്കെ ഓക്കെ ഓക്കെ, മറ്റേ മൈക്കൂടുണ്ട്. ഓക്കെ, കലാസ് ബാക്കി ബലാസ്, സോറി ബലാസ്. ഇംഗ്ലീഷ് വേണം. ആയ കാലത്ത് സ്കൂളിൽ പോയപ്പോൾ വണ്ടി ഓക്കെ, ബൈ.